ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ ദൈവം കൃപ നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ബൈബിൾ വേരുകൾ എന്നുള്ള വിഷയമാണ് ഞാനിന്നിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ദ ബിബ്ലിക്കൽ റൂട്ട്സ് ഓഫ് മോഡേൺ സയൻസ്. ഇന്നത്തെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. ഒരു 17-ാം നൂറ്റാണ്ട് മുതൽ ദ ഏജ് ഓഫ് റീസൺ, തോമസ് പെയിൻ്റെ ഏജ് ഓഫ് റീസൺ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മുന്നോട്ട് വന്നതോടെ വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ വലിയൊരു വ്യത്യാസം സംഭവിക്കുകയും അതിനുശേഷം നിരീശ്വരവാദം പ്രബലപ്പെടുകയും അന്ന് ഒട്ടനവധി ഇന്നത്തെ പോലെ ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങൾ 19-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കാണ് ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങൾ വ്യാപകമായിട്ട് നടന്നത്. അതിനു മുമ്പ് ലിപി പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ മോശ ബൈബിൾ എഴുതും? അങ്ങനെയുള്ള ചോദ്യ ശരങ്ങളാണ് വായിച്ചിരുന്നത്. അതിനൊക്കെ ഉത്തരം നൽകാനായിട്ട് ആ സമയത്ത് കഴിയുമായിരുന്നില്ല. എന്നാൽ ചരിത്രം പിന്നെയും മുന്നോട്ട് പോയപ്പോഴാണ് ക്യൂണിഫോമും ഹൈറോഗ്ലിഫിക്സും അതുപോലെ അതിനെയൊക്കെ വളരെ പുരാതനമായ ഗ്രന്ഥങ്ങളൊക്കെ കണ്ടെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എഴുത്ത് വളരെ മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനുഷ്യൻ തിരിച്ചറിഞ്ഞു. എങ്കിലും അപ്പോൾ ഇതിനെ സ്വീകരിക്കുകയല്ലേ ചെയ്ത്, മറിച്ച് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ട്യൂബിംഗൻ സ്കൂളൊക്കെ ഹയർ ക്രിറ്റിക്സ് അവരെല്ലാം ബൈബിളിന് എതിരായിട്ടുള്ള രീതിയിലോട്ടുള്ള ഒത്തിരി ലിബറലിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ പലതരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെ പ്രബലപ്പെട്ടു നിന്ന കാലഘട്ടത്തിൽ ശാസ്ത്രവും ഗവേഷണവും എല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ചരിത്രത്തിൻ്റെ ഒരു മുഹൂർത്തത്തിൽ ദ റിട്ടേൺ ഓഫ് ഗോഡ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്ന സ്റ്റീഫൻ സി മേയർ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. ഇപ്പോൾ അക്കാഡമിക് സെറ്റിങ്ങിൽ ദൈവത്തിൻ്റെ ഒരു റിട്ടേൺ അക്കാഡമിക് ലെവലിൽ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഇന്ത്യൻ സെറ്റിങ്ങിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സെറ്റിങ്ങിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ എപ്പോഴും നുണയാണ് എന്ത് ചെയ്യുന്നത്, സത്യം ചെരിപ്പെടുമ്പോഴേക്കും നുണ പലവട്ടം ലോകത്തെ ചുറ്റിയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ നുണയാണ് ഇന്ന് ലോകത്ത്, മീൻസ് നമ്മുടെ സെറ്റിങ്ങിൽ നമ്മുടെ മീഡിയാസ് എല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പുതിയ തലമുറയിലെ ആളുകളും പുതിയ ജനറേഷൻ തന്നെ ബൈബിളിനെ വേണ്ടത്ര, ബൈബിളിൻ്റെ സ്വാധീനവും ബൈബിൾ ചെലുത്തിയ ബൈബിൾ എത്രത്തോളം കൊണ്ടു നടക്കാൻ യോഗ്യമാണെന്നുള്ളത് പോലും ഇന്നത്തെ ജനറേഷന് വാസ്തവത്തിൽ അറിയില്ല. അതുകൊണ്ട് തലമുറകൾ ഒരു അക്കാഡമിക് സെറ്റിങ്ങിലേക്ക് പോകുന്ന ഒരു കുട്ടി പലപ്പോഴും നേരിടുന്ന ചോദ്യങ്ങൾ അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സാക്ഷി ഓരോരോ കാര്യങ്ങളെ ഏറ്റെടുത്ത് ഇതിൻ്റെ വാസ്തവികത്വം എന്താണെന്ന് നമ്മുടെ സമൂഹം അറിയണമെന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ സയൻസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഇങ്ങനത്തെ ഒരു ആശയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. മനുഷ്യൻ്റെ വൈയക്തികവും സാമൂഹികമായ ജീവിതത്തെ അഗാധമായി സ്വാധീനിക്കുന്ന രണ്ട് സാമൂഹിക പ്രതിഭാസങ്ങളാണല്ലോ ശാസ്ത്രവും മതവും. ഏതാണ്ട് മധ്യ കാലഘട്ടത്തിൻ്റെ അവസാനം വരെ മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തിലും വിശ്വാസങ്ങളിലും താരതമ്യേന ശാസ്ത്രത്തെക്കാളേറെ സ്വാധീനം ചെലുത്തിയിരുന്നത് മതമായിരുന്നു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്നാൽ 17-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രീയമായ വിപ്ലവത്തിന് ശേഷം ശാസ്ത്രത്തിൻ്റെ സ്വാധീനം സമൂഹത്തിൽ അഭൂതപൂർവമായി വർദ്ധിക്കുകയുണ്ടായി. മതവിശ്വാസികൾ ശാശ്വത സത്യങ്ങളായി കരുതിയിരുന്ന ചില ധാരണകളെ ശാസ്ത്രവിജ്ഞാനം ചോദ്യം ചെയ്തതോടെ മതവും ശാസ്ത്രവും തമ്മിൽ ഒരു സംഘർഷം ഉടലെടുത്തു. എന്നാൽ ഇത് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് നമുക്കറിയാം ആസ്തിക്യ അബ്രഹാമ്യ മതങ്ങളെയാണ്. നമ്മൾ ഈ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ എടുത്താൽ അധികവും അവർ
ഖുറാനെയോ അല്ലെങ്കിൽ മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാൾ ഉപരി. കാരണം പാശ്ചാത്യ ലോകത്ത് നിറഞ്ഞു നിന്നത് ക്രിസ്ത്യൻ ബൈബിളും അതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളുമാണ്. അതുകൊണ്ട് കൂടുതൽ ആക്രമണം നേരിട്ടത്, കൂടുതലല്ല ഭീകരമായ നിലയിൽ ആക്രമണം നേരിടേണ്ടി വന്നത് തീർച്ചയായിട്ടും ബൈബിൾ ചിന്താഗതിക്കാണ്. എന്നാൽ ഇത് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് ആസ്തിക്യ അബ്രഹാമിയ മതചിന്തകളെയാണ്. ഈ സംഘർഷത്തിന് ഒരു പരിധിവരെ കാരണക്കാർ മതഗ്രന്ഥങ്ങളിലെ വാക്യങ്ങളെ വാച്യ അർത്ഥത്തിൽ മാത്രം ഷഡബുദ്ധിയോടെ പിടിച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. എന്ന് വെച്ചാൽ എക്സ്ട്രീം ലിറ്ററലിസം എന്ന് വെച്ചാൽ ബൈബിളിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ അതിനെ വാച്യ അർത്ഥത്തിൽ അക്ഷരം പ്രതി അതിൻ്റെ ലിറ്റററി ഇതെന്താണ്, സെൻസ് എന്താണെന്ന് മനസ്സിലാക്കാതെ എല്ലാം അങ്ങോട്ട് ലിറ്ററലായിട്ട് തന്നെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം ബൈബിൾ എന്ന് പറയുമ്പോൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്കതിനൊരു മെത്തഡോളജി ഉണ്ട്. എന്ത് മെത്തഡോളജിയാണ്? നമ്മൾ ഗ്രാമാറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ് സാധാരണ നമ്മൾ സ്വീകരിക്കുന്ന മെത്തേഡ്. എന്ന് വെച്ചാൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിൽ ആ വാക്ക് എങ്ങനെ ഉപയോഗിച്ചു, അതിൻ്റെ ഗ്രാമർ വെച്ചിട്ട് അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള അത് എഴുതുന്ന സമയത്ത് ആ വാക്കുകൾ എങ്ങനെ ഉപയോഗിച്ചു, അവരെങ്ങനെ മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബൈബിള് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ പക്ഷേ നമ്മൾ ഇന്നെടുത്തിട്ട് പലപ്പോഴും നമ്മൾ തുലനം ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ഒരു സെറ്റിങ്ങിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ ആ വാക്കിനെ, ആ ടേമിനെ നമ്മൾ ഇന്ന് ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്കിഷ്ടമുള്ളൊരു മീനിങ് അതിൻ്റെ അകത്തേക്ക് റീഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് പലപ്പോഴും ഈ സംഘർഷം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംഘർഷം ഉണ്ടാകുന്നത് അധികവും അങ്ങനെയാണ്. അങ്ങനെ അല്ലാത്ത ഓവർലാപ്പിങ്സ് ഉണ്ട്, അത് മറന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഭൂരിപക്ഷവും അങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ ശാസ്ത്രത്തിൻ്റെ ആളുകളെന്ന് പറയുന്നിടത്ത് അവിടെയുണ്ട് ഒരു അപകടം. അതിരുകടന്ന ആക്ഷരിക വ്യാഖ്യാനവും അതിരുകടന്ന ശാസ്ത്ര മതവും, സയൻറ്റിസം. നമ്മൾ ഈ ശാസ്ത്രത്തിൻ്റെ പേരിൽ പറയുന്ന എല്ലാം ശാസ്ത്രമല്ല, സ്യൂഡോ സയൻസ് ഉണ്ട്. ശാസ്ത്രത്തിൻ്റെ ഡെഫിനിഷൻ വെച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യത്തെ പരീക്ഷിച്ച് നിരീക്ഷിച്ച് ആവർത്തിച്ച് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ, പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തെയാണ് ശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ബിഗ് ബാങ് അല്ലെങ്കിൽ എന്താ പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെ എവിടെയെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഹാൽഡൻ കൊളൈഡറിൽ നമ്മൾ അതിൻ്റെ ഒരു മിനിയേച്ചർ ഒരു സാധനം നടത്തുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും ആ ഒരു കാര്യം നമുക്ക് റിപ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സയൻസിൻ്റെ യഥാർത്ഥ ഡെഫിനിഷനകത്ത് നിന്നുകൊണ്ട് അത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ്ട്രോണമിയും അല്ലെങ്കിൽ കോസ്മോളജിയൊക്കെ അതിൻ്റെ അകത്ത് വരുമോ എന്നുള്ളത് സംശയമാണ്. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ, ചില സൂചനകൾ തന്ന് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. അപ്പോൾ എക്സ്ട്രീം സയൻറ്റിസം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഒരു മതം എന്നുള്ള നിലയിൽ അതിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. ഇത് രണ്ടും ഒരുപോലെ അപകടകരമാണെന്നാണ് എൻ്റെ പക്ഷം. ഓക്കെ, ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യപ്രകൃതിയെക്കുറിച്ചുമുള്ള അറിവിൻ്റെ അന്വേഷണത്തിൽ ശാസ്ത്രം നൽകിയ സംഭാവനയും അത് ലഭ്യമാക്കുവാൻ ഉതകുന്ന ഉപാധികൾ നൽകിയതിനെ സംബന്ധിച്ചും ആർക്കും ശാസ്ത്രത്തിൻ്റെ പങ്കിനെ സംബന്ധിച്ച് യാതൊരു തർക്കമുണ്ടാവില്ല. മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൻ്റെ സമസ്ത മേഖലകൾക്കും ശാസ്ത്രം നൽകിയ കനത്ത നേട്ടങ്ങൾ നമുക്ക് ചുറ്റും ദൃശ്യമാണ്. നമ്മുടെ സമൂഹം തന്നെ അതിൻ്റെ നേർത്തെളിവാണ്. എന്നാൽ പ്രകൃതി പ്രതിഭാസങ്ങളിൽ ദൈവിക ഇടപെടലുകളോ അമാനുഷികതയോ മതത്തിന് യാതൊരു പങ്കും ഇല്ലെന്ന നിരീശ്വര ഭൗതികവാദികളുടെയും ഏത്തിസ്റ്റിക് മെറ്റീരിയലിസ്റ്റ്, അതുപോലെ ശാസ്ത്ര മതവാദികൾ സയൻറ്റിസം വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ, മൗനം ദീക്ഷിക്കുവാൻ കഴിയുകയില്ല. ഈ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള യാഥാർത്ഥ്യം പൊതുജന മുമ്പാകെ അവതരിപ്പിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും ജീവിത വീക്ഷണം, വേൾഡ് വ്യൂ രൂപപ്പെടുന്നത് ഇത്തരം വസ്തുതകളെ അടിസ്ഥാനത്തിലായതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ജീവിതം ഒന്നേയുള്ളൂ. നമുക്കറിയാം, ഓരോ വ്യക്തിയെയും നയിക്കുന്നത് അവരുടെ വേൾഡ് വ്യൂ ആണ്. ലോകത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മളിങ്ങനെയുള്ള പല അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ രൂപപ്പെടുന്നത്. ആ വേൾഡ് വ്യൂ അനുസരിച്ചാണ് ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവർക്ക് എന്താണോ ലഭിക്കുന്നത്, അവർക്ക് സൊസൈറ്റിയിൽ മുന്നിൽ നിൽക്കുന്നത് എന്താണോ, അല്ലെങ്കിൽ പ്രൊപ്പഗണ്ട എന്താണോ മുന്നിൽ നിൽക്കുന്നത്, അത് സ്വാഭാവികമായിട്ടും സ്വാധീനം ചെലുത്തും. കോളേജിലൊക്കെ ചെല്ലുമ്പോൾ പീർ പ്രഷർ ഉണ്ടാകും. ഇപ്പം നമ്മുടെ നിഹാൽസിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ലോ അക്കാഡമിയാണ്, നമുക്ക് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു 60% സ്റ്റുഡൻസ് അവിടെ നിരീശ്വരവാദികളാണ്.
അപ്പോൾ അവിടെ പോകുന്ന നമ്മുടെ ഒരു വിശ്വാസിയായ ഒരു കുട്ടി അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഫേസ് ചെയ്യുന്നത്. അങ്ങനെ വളരെ ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റ് അവൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിരീശ്വരവാദിയായി. കാരണം എന്താണ്, അവൻ്റെ അക്കാഡമിക് സെറ്റിങ്ങിൽ അവന് ഉത്തരം പറയാൻ കഴിയാതെ വന്നപ്പോഴാണ് പ്രോബ്ലം ഉണ്ടായത്. ആ പിതാവ് തൻ്റെ പിതാവ് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ബ്രദറെ, എന്നിട്ട് പിന്നെ ഞങ്ങളവിടെ സംസാരിക്കാനായിട്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധ്യത, ഇങ്ങനെ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്, ഇത് സമൂഹ മധ്യത്തിൽ ഉയർത്തിക്കാട്ടേണ്ടത് ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യത വരാനായിട്ട്. ഇത് ഒന്നും രണ്ടും വ്യക്തികളല്ല, ധാരാളം പേരിൽ നമ്മുടെ ഇടയിൽ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഒരു സർവേ നടത്തിയാൽ എത്രത്തോളം ശരിയായ ഒരു വിശ്വാസി ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. നമ്മുടെ സഭകൾ, നമ്മുടെ നേതൃത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അവർ ശരിയാണ്, ഇവിടെ ആക്റ്റീവൊക്കെയാണ് സഭയിലൊക്കെ, പക്ഷേ അവരുടെ യഥാർത്ഥത്തിൽ എത്രത്തോളം വിശ്വാസിയാണെന്നുള്ള കാര്യം, എത്രത്തോളം ബൈബിൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ പ്രസക്തി കിടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഞാൻ ചില കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞങ്ങ് പോവുകയാണ്. ഓക്കെ, ശാസ്ത്രത്തിൻ്റെ പേര് ചാർത്തി വ്യാജ ശാസ്ത്രം, സ്യൂഡോ സയൻസ്, അർദ്ധസത്യങ്ങളുടെ അകമ്പടിയോടെ സർറിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും അവതരിപ്പിക്കുമ്പോൾ യുക്തിബോധവും മൂല്യബോധവും ഉള്ളവർക്ക് അത് ചെറുക്കാതിരിക്കാനാവില്ല. സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും ശാസ്ത്രത്തിൻ്റെ പേരിൽ അവതരിപ്പിക്കപ്പെടുന്ന എന്തിനേയും കണ്ണടച്ച് സ്വീകരിക്കുന്ന ഒരു പ്രവണത കാണപ്പെടുന്നുണ്ട്. ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക എന്നത് തന്നെ ശാസ്ത്രീയ സമീപനമല്ല. മതത്തെ എങ്ങനെയെല്ലാം ചോദ്യം ചെയ്ത് കീറി മുറിച്ച് പരിശോധിക്കുന്നുവോ അതേ മാനദണ്ഡത്തിൽ ശാസ്ത്ര സിദ്ധാന്തങ്ങളെയും പരിശോധിച്ച് തെളിവുകൾ നമ്മളെ നയിക്കുന്ന ദിശയിലേക്ക് പോവുക എന്നതായിരിക്കണം സത്യസന്ധമായ നമ്മുടെ സമീപനം. ഡേവിഡ് ഹ്യൂം മുന്നോട്ട് വയ്ക്കുന്ന ശാസ്ത്രം എത്രത്തോളം ശാസ്ത്രമാണ്, ഹൗ സയൻറ്റിഫിക് ഈസ് സയൻസ് എന്നുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അതായിരിക്കണം നമ്മുടെ സമീപനം. അപ്പോൾ ഈ ചോദ്യവും വളരെ പ്രസക്തമാണ്. ഇപ്പം നമുക്കറിയാം, ഈ സാധാരണ പോപ്പുലറായിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഇവല്യൂഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ് ഈ ഒട്ടകത്തിൻ്റെ കഴുത്ത് നീണ്ട കഥ. നിങ്ങളൊക്കെ കേട്ട് കാണും അല്ലേ? താഴത്തെ ഗ്രാസൊക്കെ തീർന്നു, പിന്നെ അവൻ പൊക്കത്തേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് പതിയെ കഴുത്ത് നീണ്ടത് എന്നും പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ ആ സെയിം ലെവലിൽ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 26,000 ടൈംസാണ് നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ തൊണ്ടക്കുഴൽ അത് എത്രത്തോളം, ഇതേ തിയറി അനുസരിച്ചാണെങ്കിൽ അല്ലേ? അപ്പോൾ പക്ഷേ നമുക്കറിയാം, ഞാനിതൊരു പോപ്പുലർ ലെവലിലുള്ള കാര്യമാണ് പറയുന്നത്, അക്കാഡമിക് ലെവലല്ല. പോപ്പുലർ ലെവലിൽ ആളുകൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇദ്ദേഹം ആരാണ്, രവീന്ദ്രൻ മാഷ്, അദ്ദേഹം അതുപോലെയുള്ള ആളുകൾ ഇത് പബ്ലിക്കിൻ്റെ ഇടയിൽ അതാണ് പോപ്പുലാരിറ്റി പ്രാപിക്കുന്നത്. ഈ അക്കാഡമിക് സെറ്റിങ്ങിലുള്ള കാര്യങ്ങളൊന്നും പോപ്പുലർ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരെ റീച്ച് ചെയ്യുന്നേ ഇല്ല. അത് അവിടെ മാത്രം അവരുടെ ജേർണൽസ് അവരാണ് വായിക്കുന്നത്, സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ നമുക്ക് ഉണ്ടാകുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാണ്, അതങ്ങ് സ്വീകരിക്കുകയാണ്. അതാണ് അവരുടെ മനസ്സിനെ അവരെ സെറ്റ് ചെയ്യുന്ന, അവരെ രൂപപ്പെടുത്തുന്ന കാര്യമെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം. ഓക്കെ, അപ്പോൾ ശാസ്ത്രത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ശാസ്ത്രത്തിൻ്റെ അത്ഭുതകരമായിട്ടുള്ള വളർച്ചയുടെയും അനന്യസാധാരണമായ വിശദീകരണക്ഷമതയുടെയും ഫലമായി ഏത് പ്രശ്നത്തിന് ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിയുമെന്ന തെറ്റായ ഒരു ധാരണ എങ്ങനെയോ ജനമധ്യത്തിൽ നിലനിന്നു വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് നിയാമകങ്ങളായ തത്വങ്ങളുടെ കണ്ടെത്തലുകളും വിശദീകരണവും മാത്രമേ ശാസ്ത്രം നിർവഹിക്കുന്നുള്ളൂ. എന്നാൽ എല്ലാറ്റിൻ്റെയും തുടക്കം എങ്ങനെയാണ് ഈ പ്രപഞ്ചം ആരംഭിച്ചത്, എങ്ങനെയാണ് ജീവൻ ആരംഭിച്ചത്, ഈ ക്വസ്റ്റ്യനൊക്കെ ഫേസ് ചെയ്യുമ്പോൾ പലപ്പോഴും ശാസ്ത്രത്തിന് ഉത്തരവില്ല. ആദ്യത്തെ നമുക്കറിയാം, ബിഗ് ബാങ് ആണെങ്കിൽ ആദ്യത്തെ 3 മിനിറ്റിൽ എന്താ സംഭവിച്ചു, ഇന്നത്തെ ഒരു ലോസും ആദ്യത്തെ 3 മിനിറ്റിലില്ല. ഗോൾഡി ലോക്ക് നിയമങ്ങളൊക്കെ വന്നത്, ആദ്യത്തെ 7 നിയമങ്ങൾ വന്നത് ആദ്യത്തെ 3 മിനിറ്റിന് ശേഷമാണ്. ഇത് പ്രപഞ്ചം തണുത്ത് കഴിഞ്ഞപ്പോഴാണ് അല്ലേ? അപ്പോൾ ആ ഫസ്റ്റ് 3 മിനിറ്റ്സിനെ കുറിച്ച് ഒരറിവുമില്ല. അപ്പോൾ അവിടെ നിന്നാണ്, അപ്പോൾ ആദ്യമേ തന്നെ ഇത് എവിടെ നിന്ന് വന്നു, ഈ കോസ്മിക് എഗ് എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഇതിന് ആധാരമായിട്ടുള്ള മാറ്റർ വളരെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള ഒരു വൺ ഫൈൻ മോർണിംഗ് അങ്ങോട്ട് വരുവാണ്. അത് വിശ്വസിക്കാൻ ആർക്ക് സാധിക്കും? ആളുകൾക്ക് സാധിക്കും. ഈ സെയിം ആളുകളാണ് നമ്മുടെ അഷർ പറയാറുള്ളത് പോലെ വെർജിനിറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലേ? മറിയത്തിൻ്റെ ഉള്ളിൽ ഗർഭം ധരിച്ച്, ഇവിടെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളാണ്
ഔട്ട് ഓഫ് നത്തിങ് കെയിം എവറിത്തിങ് എന്നുള്ള ഒരു സാധനം പെട്ടെന്ന് അങ്ങോട്ട് ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ അളവുകോൽ, ആ സ്കെയിലൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ എന്താണ് അവരതിനെ പ്രേരണ നൽകുന്ന ഘടകം നമ്മൾ ചിന്തിക്കുന്നത്? അപ്പോൾ സയൻസിൻ്റെ പേരിൽ എന്തെങ്കിലും അവതരിപ്പിച്ചാൽ ഇത് അങ്ങനെ തന്നെ അങ്ങോട്ട് സ്വീകരിക്കണം എന്നുള്ളൊരു ചിന്താഗതി എന്തുകൊണ്ടോ നമ്മുടെ ഇടയിൽ, മനുഷ്യരുടെ ഇടയിൽ, നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ജീവിതത്തിൻ്റെ അർത്ഥം എന്ത്, നാം എന്തിനു വേണ്ടി ഇവിടെ നിലനിൽക്കുന്നു എന്നിങ്ങനെ മനുഷ്യനെ ദാർശനികമായി മതിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിവില്ല എന്ന വസ്തുത പല ശാസ്ത്രജ്ഞന്മാരും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതൊരു ലളിതമായ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. വളരെ ലളിതമായിട്ടുള്ളൊരു ഉദാഹരണം ഞാനിതിന് ചൂണ്ടിക്കാട്ടാം. നമുക്കറിയാം, വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഒരു പദ്യം ഉണ്ടല്ലേ, പദ്യം എന്ന് അതിനെ വിളിക്കാമെന്നറിയില്ല. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുങ്ങാൻ പിള്ളേർ മുങ്ങിയെടുത്തു, തട്ടാൻ പിള്ളേർ തട്ടിയെടുത്തു. ബാക്കി ഇനി എൻ്റെ കഥയാണ്. ഓക്കെ, പോലീസ് നെയ്യപ്പൻ കസ്റ്റഡിയിലെടുത്തു. ഈ നഷ്ടപ്പെട്ട ഇത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. ഈ നെയ്യപ്പത്തെ വിശകലനത്തിനായി ലോകത്തെ പ്രമുഖരായിട്ടുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരെ ഏർപ്പാടാക്കി എന്ന് കരുതുക. അവരുടെ റിപ്പോർട്ട് ഇപ്രകാരമായിരിക്കും. ന്യൂട്രീഷൻ ശാസ്ത്രജ്ഞൻ, പലതരത്തിലുള്ള ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ലോകത്തുള്ള കുറേ ശാസ്ത്രജ്ഞരെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെൻറ് ആക്കി എന്ന് വിചാരിക്കുക, ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ റിപ്പോർട്ട് എന്തായിരിക്കും? അപ്പം ന്യൂട്രീഷൻ ശാസ്ത്രജ്ഞൻ വന്നിട്ട് പറയുകയാണ്, നെയ്യപ്പത്തിൻ്റെ കലോറി മൂല്യം കണക്കാക്കി ശരീരത്തിൽ അതുണ്ടാക്കുന്ന ഫലങ്ങളെക്കുറിച്ച്, റിസൾട്ടിനെ കുറിച്ച് അവർ ഉടനെ എക്സ്പ്ലെയിൻ ചെയ്യും. അടുത്ത ആൾ ബയോ കെമിസ്റ്റ് വരും. നെയ്യപ്പത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനിൻ്റെയും ഫാറ്റ്, കൊഴുപ്പിൻ്റെയും ഘടനാപരമായിട്ടുള്ള അളവൊക്കെ നല്ല കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് അദ്ദേഹം കണക്കൂട്ടി പറയും. അടുത്ത ഇനി ഒരു കെമിസ്റ്റ് വരും. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂലകങ്ങളുടെ അവയുടെ സംയോജനം, ബോണ്ടിങ്, അതിൻ്റെ പ്രാഥമിക എലമെൻറ്റ്സ് എന്താണ്, അതെങ്ങനെയാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഒരു കെമിസ്റ്റ് ചൂണ്ടിക്കാട്ടും. ഇനി ഒരു ഫിസിസ്റ്റ് വന്നാൽ എന്ത് ചെയ്യും? അതിൻ്റെ അടിസ്ഥാന ഘടകങ്ങളെ എന്തൊക്കെയെന്ന് കണ്ടുപിടിക്കും, അല്ലേ? അതിൻ്റെ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എന്താണ് അതിനകത്തുള്ളതെന്ന് കണ്ടുപിടിക്കും. ദെൻ ഒരു മാത്തമാറ്റീഷ്യൻ വന്ന് എന്ത് ചെയ്യും? ഒരു സംശയം വേണ്ട, നെയ്യപ്പത്തിൽ അടങ്ങിയിരിക്കുന്ന കണങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു സുന്ദരമായ ഗണിതവാക്യത്തിന് രൂപം നൽകും അദ്ദേഹം. ഓക്കെ, ഇപ്പോൾ ഈ വിദഗ്ധർ നെയ്യപ്പത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന സർവ്വ വിശദാംശങ്ങളും അടങ്ങിയ വിവരങ്ങൾ കൊണ്ട് നെയ്യപ്പത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പോൾ ഈ നെയ്യപ്പത്തിനെ കുറിച്ച് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരാളൊരു സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണ്, ഇത് എന്തിനു വേണ്ടിയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞർക്കും ഉത്തരം പറയാൻ പറ്റില്ല. പക്ഷേ അയ്യപ്പൻ്റെ അമ്മയ്ക്ക് അന്നേരം ഒരു പുഞ്ചിരി വരും, അല്ലേ? കാരണം അവർക്ക് മാത്രമേ ഇതറിയാനായിട്ട് പാടുള്ളൂ. ഇതുണ്ടാക്കിയ പർപ്പസ് അതിൻ്റെ സൃഷ്ടാവിന് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ അതിൻ്റെ ഉദ്ദേശം, അപ്പോൾ പർപ്പസ് ഓഫ് അവർ ലൈഫ്, നമ്മളിവിടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് എങ്ങനെയല്ല നമ്മുടെ ഇതിൻ്റെ എന്തെല്ലാം പഠിച്ചാലും പർപ്പസ് ഓഫ് ലൈഫ് പറയണമെങ്കിൽ അതിൻ്റെ സൃഷ്ടാവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ലോകത്തിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാർ കൂടിയാലും ഈ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഇവിടെയാണ് ഒരു റിവലേഷൻ്റെ, ഒരു വെളിപ്പാടിൻ്റെ ആവശ്യം. എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സ് നമ്മുടെ ഒരു മാത്തമാറ്റീഷ്യൻ ജോൺ അഷർ, വാട്ട് ഈസ് ഹിസ് നെയിം, ജോൺ ലെനോക്സ് പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഇപ്പം നമ്മുടെ ദിലീപിൻ്റെ കേസ് എടുക്കുക, ആ കേസിൻ്റെ ഒരു കേസ്, വേറൊരു കേസ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഫോറൻസിക് സയൻസ് വരുന്നു, മറ്റെല്ലാവരും വരുന്നു, ഇതൊക്കെ കുറേ സയൻറ്റിഫിക് എവിഡൻസ് എല്ലാം വന്നാലും ചിലപ്പോൾ അത് തെളിയണമെന്നില്ല. തെളിയോ? കേസ് തെളിയണമെന്നില്ല. പക്ഷെ അത് തെളിയാനായിട്ട് ഒറ്റ മാർഗമുണ്ട്. എന്താ മാർഗം? റിവീൽ ചെയ്താൽ മതി. തെറ്റ് ചെയ്താൽ അത് റിവീൽ ചെയ്താൽ, വെളിപ്പാട്, ഞാനിവിടെ വെളിപ്പാടിൻ്റെ പ്രാമുഖ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരാളൊരു കാര്യം റിവീൽ ചെയ്താൽ, ഒരു കാര്യം വെളിപ്പെടുത്തിയാൽ, ആ കാര്യത്തെ അതുണ്ടാക്കിയ ആൾക്ക്, അത് ചെയ്ത ആൾക്ക് അത് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതൊരു ലോജിക്കാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായ? അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, ഇനി അതൊരു കാര്യം. ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ആ നെയ്യപ്പത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും ആകർഷണീയതയെക്കുറിച്ചും. സൗന്ദര്യത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഫിസിക്സിനൊന്നും സാധിക്കത്തില്ല. ഈ പ്രപഞ്ചം എത്രത്തോളം സുന്ദരമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പറയാൻ പറ്റും. ഒരു പോയം. ഇനി ഈ നെയ്യപ്പത്തെക്കുറിച്ചുള്ള കവിതയുടെ ക്വാളിറ്റി, ഇപ്പം നമ്മളൊരു അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു,
അല്ലേ? ഒരു കവിതയാണ്, മനോഹരമായ കവിത എല്ലാവരും പറയുന്നത്. അതിൻ്റെ ക്വാളിറ്റിയും അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ സൗന്ദര്യാത്മകതയെ പറയാനായിട്ട് സാധിക്കുമോ? അതിനെന്തെങ്കിലും മാനദണ്ഡങ്ങൾ സയൻസിലുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ദർ ആർ സർട്ടൻ ലിമിറ്റേഷൻസ് ഇൻ സയൻസ്. സയൻസിന് ചില കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. വൈ ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാനായിട്ട് പ്രയാസമുണ്ട്. എന്നാലും നമുക്കറിയാം, ഈ ഫ്രറ്റേണിറ്റിയുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അതിനെ സംബന്ധിച്ചുണ്ട്. സയൻസിൻ്റെ കാര്യങ്ങളിലൊന്നും മതം ഇടപെടേണ്ട, മതത്തിൻ്റെ കാര്യത്തിൽ സയൻസ് ഇടപെടേണ്ട. നോമ, സ്റ്റീഫൻ ജെ ഗോൾഡിനെ പോലെ ആളുകൾ നോമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സജഷൻസ് ഉണ്ട്. പക്ഷേ ഇത് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് വരുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് തമ്മിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഇത് പരസ്പരം കോംപ്ലിമെൻ്റ് ചെയ്ത് പോയാൽ സമൂഹത്തിന് പ്രയോജനപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മൾ തുടർന്നുള്ള ഇതിനകത്ത് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് വരുത്തിയ മാറ്റങ്ങൾ, യഥാർത്ഥത്തിൽ ബൈബിൾ സ്വാധീനം വരുത്തിയ മാറ്റങ്ങൾ എന്തുകൊണ്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ആധുനിക ശാസ്ത്രത്തെ എങ്ങനെ തെളിയിച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഏത് മനുഷ്യനെയും നയിക്കുന്നത് അവരുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള നെക്സ്റ്റ് സ്ലൈഡ്. 3 കാറ്റഗറീസ് ഓഫ് വേൾഡ് വ്യൂസ് റിഗാർഡിംഗ് അൾട്ടിമേറ്റ് റിയാലിറ്റി. പരമാർത്ഥമായ സത്യത്തെക്കുറിച്ച് നമുക്കറിയാം. പരമാർത്ഥമായ സത്യാന്വേഷണമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെന്താണ്, നമ്മുടെ അസ്തിത്വം എന്താണ്, ഈ പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന ജീവജാലങ്ങളൊക്കെ എന്താണ്, അതിൻ്റെ എല്ലാം പരമാർത്ഥം എന്താണ്, അൾട്ടിമേറ്റ് റിയാലിറ്റി എന്താണ്, ആ ഒരു അന്വേഷണമാണ് നമ്മളെല്ലാവരെയും നയിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന തത്വം അതാണ്. അങ്ങനെയാണെങ്കിൽ 3 കാറ്റഗറിയിൽ പെടുന്ന, പൊതുവായിട്ട് ജനറലൈസ് ചെയ്ത് നമുക്ക് 3 കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് ലോകത്തുള്ളത്. ഒന്ന് ഏത്തിസ്റ്റുകൾ, നാസ്തിക്യവാദ്യം. താത്വികമായി പദാർത്ഥ അധിഷ്ഠിതം ഭൗതികവാദം അല്ലെങ്കിൽ സ്വഭാവം, നാച്ചുറലിസവും ഫിസിക്കലിസവും തമ്മിലൊക്കെ കുറച്ച് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. പക്ഷേ അതെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, പ്രപഞ്ചം സ്വയം സ്ഥിതി ചെയ്യുന്നതും സ്വയം പര്യാപ്തവും സ്വയം നിയന്ത്രിതവും പ്രപഞ്ചം തന്നെയാണ് ഉണ്മ അഥവാ പരമയാഥാർത്ഥ്യം എന്ന വീക്ഷണം. നിരീശ്വരവാദത്തിൻ്റെ ഐഡിയ അറിയാമല്ലോ. അതായത് പ്രപഞ്ചം മാത്രമാണ് സത്യം. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം മെറ്റീരിയലിസ്റ്റിക്കാണ്, എല്ലാം മെറ്റീരിയലാണ്. ഇതിനകത്ത് പല തലംതിരിവുകളുണ്ട്, ഞാൻ അതിൻ്റെ അകത്തോട്ട് കിടക്കുന്നില്ല, ജനറലൈസ് ചെയ്ത് പറയുകയാണ്. പ്രപഞ്ചം മാത്രമാണ് യാഥാർത്ഥ്യം എന്നുള്ള ഒരാശയം. തീസം, ആസ്തിക്യവാദ്യം. ആത്യന്തികമായ സത്യം അഥവാ പരമയാഥാർത്ഥ്യം പ്രപഞ്ചത്തിൽ നിന്ന് സ്വതന്ത്രമായ സൃഷ്ടാവായ ഒരു വ്യക്തിയാണ് അഥവാ ദൈവമാണ് എന്ന വീക്ഷണം. എന്ന് വെച്ചാൽ പ്രപഞ്ചവും ദൈവവും രണ്ടാണ്. ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവം പേഴ്സണാണ്, ദൈവം ഒരു പേഴ്സണാണ്, വ്യക്തിയാണ്. ഒരു കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഈ പേഴ്സൺ എന്നുള്ള വാക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള സെൻസിൽ ഉപയോഗിക്കണം. ദൈവത്തിന് നമ്മൾ പേഴ്സൺ എന്നുള്ള വാക്ക് എങ്ങനെയാണ് ചാർത്തി കൊടുക്കുക? അതൊരു ആന്ത്രോമോർഫോളജിക്കൽ ലാംഗ്വേജാണ്, മനുഷ്യാലങ്കൃത ഭാഷയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഉറുമ്പിനെ എടുക്കുക. നമ്മൾ ഉറുമ്പിൻ്റെ ലോകത്ത് പോയിട്ട് നമ്മൾ ഉറുമ്പിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന, മീൻസ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നമുക്ക് നടത്താനായിട്ട് സാധിക്കുക? അതിൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ വലിയ കമ്പ്യൂട്ടറിനെ പറ്റിയും കമ്മ്യൂണിക്കേഷൻ്റെ വളരെ പരമമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് സാറ്റലൈറ്റിലൂടെ ഇന്ന പോലെയൊക്കെയാണ് സാധനങ്ങൾ വരുന്നത്, ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ അതിനോട് പറഞ്ഞാൽ അതിന് വല്ലതും മനസ്സിലാവുമോ? ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ, മനുഷ്യനോട് ദൈവം സംസാരിക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാകുന്ന ടേംസ് മനുഷ്യൻ്റെ ഭാഷയിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, ഭൂമിയിലുള്ളത് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, പിന്നെ ഞാൻ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാകും? നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. ഇതൊക്കെ ഞാൻ വെറുതെ അങ്ങ് പറയല്ല, ബിബ്ലിക്കൽ തോട്ടാണ്, ബൈബിളിലുള്ളതാണ്. അപ്പം നമ്മളിത് മനസ്സിലാക്കാതാണ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിറ്ററലിസത്തിലേക്ക് പോകുന്നത്. പലപ്പോഴും നമ്മൾ ഈ ആശയം മനസ്സിലാക്കാതെ ബൈബിളിലെ ഓരോ ടേംസും എങ്ങനെ ഉപയോഗിക്കുന്നു. അപ്പോൾ ദൈവത്തിനെ നമ്മൾ പേഴ്സൺ എന്നൊക്കെ ചാർത്തി കൊടുക്കുമ്പോൾ അഗസ്റ്റിനോ അല്ലെങ്കിൽ അക്വിനാസോ ഒക്കെ ഇത് കോയിൻ ചെയ്തപ്പോൾ ഉള്ള ആ ടേം അതേ സെൻസിലല്ല നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ലോക്കൽ ആളുകൾ പറയുന്ന ഭാഷയിലാണ് പേഴ്സൺ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, അപ്പം നമ്മൾ ആ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വായിക്കാണ്ട് ആ പുസ്തകങ്ങളൊന്നും വായിക്കാണ്ടാണ് ഇതിനെ പല ആളുകൾ പറഞ്ഞ് കേട്ട് വന്ന് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്കൊരർത്ഥം കിട്ടും. നമ്മളത് റിലേറ്റഡ് ആക്കുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. പക്ഷേ അക്കാഡമിക് സെൻസിൽ അത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയല്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് ഞാനത് പുതിയ ജനറേഷൻ കുട്ടികളോടാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ തീസ്റ്റിക് വ്യൂ അത് രണ്ടാണ്. പ്രപഞ്ചവും ദൈവവും രണ്ടാണെന്നുള്ള വ്യൂ ആണ്. ആ വ്യൂ കൊണ്ടാണ്
ആ വ്യൂ ആണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് മൂന്നാമത് നമുക്കറിയാം പാൻതീസം. അബ്രഹാമിക് മതങ്ങളൊക്കെ തീയിസ്റ്റുകളാണ് നമുക്കറിയാം. എന്നാൽ പാൻതീസം, അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് ഇംപേഴ്സണൽ ആൻഡ് ഈസ് എസെൻഷ്യലി വൺ വിത്ത് ദ ഇന്നർ സെൽഫ്. പരമയാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിർവ്യക്തിയാണ്, ഇംപേഴ്സണലാണ്, നിർവ്യക്തിയാണ്, വ്യക്തിയല്ലാത്തതാണ്. തത്വത്തിൽ താൻ തന്നെയാണ് ആ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ്. ഇത് ഒരു ഹിന്ദു വ്യൂ ആണ്. ഈസ്റ്റേൺ മതങ്ങൾ, പൗരസ്ത്യ മതങ്ങളുടെയൊക്കെ ചിന്താഗതി ഇതാണ്. ചൈനീസ്, അതുപോലെ തന്നെ ബുദ്ധിസ്റ്റ്, അങ്ങനെയുള്ള ചിന്താഗതികളെല്ലാം നമ്മളെല്ലാം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളും ദൈവങ്ങളാണെന്ന് പറഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നുള്ളതും നീയും അതാകുന്നു എന്ന് പറയുന്ന ആശയങ്ങളൊക്കെ ഈ ഒരു ഇതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഈ 3 സെറ്റിങ്ങിലാണ് ലോകത്തെ കാഴ്ചപ്പാടുകൾ രൂപം കൊണ്ടിട്ടുള്ളത്. ഈ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും മനുഷ്യ പുരോഗതിയെ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. അതാണ് നമ്മൾ മുന്നോട്ട് ഉള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോകുന്നത്. ഒറിജിൻസ് ഓഫ് മോഡേൺ സയൻസ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉത്ഭവം. കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലത്തെ തത്വചിന്തകന്മാരുടെയും ശാസ്ത്ര ചരിത്രകാരന്മാരുടെയും പഠനഫലമായി അജ്ഞതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും മേലുള്ള അറിവിൻ്റെയും യുക്തിയുടെയും പുരോഗമനപരമായ വിജയമാണ് ശാസ്ത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായത് എന്ന ധാരണയ്ക്ക് പണ്ഡിതരുടെ ഇടയിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ തോമസ് ഹക്സ്ലിയൊക്കെ ഇത് കോയിൻ ചെയ്ത സമയത്ത് നോക്കുക, മനുഷ്യൻ പ്രകൃതിയെ ഭയപ്പെട്ടിരുന്നു. പ്രകൃതിയെ ഭയപ്പെട്ടിരുന്നത് കൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഇടിവെട്ട് അല്ലേ, അപ്പോൾ നമ്മൾ അതിനെ ഫിയർ ചെയ്യുന്ന ഘടകമാണ്. അപ്പോൾ ഫിയർ ഫാക്ടറും അതുപോലെയുള്ള നമ്മുടെ അജ്ഞതകൾ, അപ്പോൾ സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ അജ്ഞതയാണ്, ശരിയായ അറിവില്ലാത്തതാണെന്നൊക്കെയാണ് അന്നത്തെ 18-ാം നൂറ്റാണ്ടിലൊക്കെ പഠനങ്ങളെന്ന് പറയുന്നത്. ആ പഠനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സോഷ്യോളജിക്കലായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ലാസ്റ്റ് 50 ഇയേഴ്സിലെ അക്കാഡമിക് പഠനങ്ങൾ അത് അങ്ങനെ അല്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ചാൾസ് ഡാർവിൻ തൻ്റെ കപ്പലിൽ പോയി ആദ്യത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ട്രൈബൽ സമൂഹങ്ങളുടെ ഇടയിൽ ദൈവചിന്ത ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. പക്ഷേ ഫൈനൽ ലെവലിലേക്ക് വന്നപ്പോഴത്തേക്കും വളരെ പ്രിമിറ്റീവായിട്ടുള്ള ആളുകളുടെ ഇടയിൽ പോയാൽ പോലും അവിടെ എന്തുണ്ട്, ദൈവവിശ്വാസമുണ്ട്. കാരണം അങ്ങനെ ദൈവവിശ്വാസം വന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം പിന്നെ മനുഷ്യൻ്റെ ഇടയിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ നമുക്കറിയാം ഇന്ന് എയ്ഡ്സ് വരുന്നത് എന്താണെന്നുള്ള വ്യക്തമായ അറിവുള്ളവരാണ് ആഫ്രിക്കയിലെ വളരെ ഇതായിട്ടുള്ള ആളുകൾ അല്ലേ. ആഫ്രിക്കയിൽ വളരെ റിമോട്ടുള്ള ആളുകളുടെ ഇടയിൽ പോലും ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തിയപ്പോൾ ഇന്നത്തെ ഗവേഷകർ പറയുന്നത് അവർക്ക് ഇതിനെക്കുറിച്ച് അറിയാം. പക്ഷേ സ്റ്റിൽ ഇന്ന റീസൺ ആണെന്ന് അറിഞ്ഞിട്ടും അവർ പിന്നെയും ഈ സ്പിരിറ്റിസത്തിൻ്റെ പുറകെ പോകുന്നുണ്ട്. അപ്പോൾ അജ്ഞതയല്ല അതിന് കാരണം. ഇതിങ്ങനെയാണ് ഇതിൻ്റെ റീസൺ എന്ന് കൃത്യമായി അറിയുന്നവർ പോലും എന്ത് ചെയ്യുന്നു, ദൈവത്തെ ആശ്രയിക്കുന്നു. അതിന് നിരവധി തെളിവുകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ ഒരെണ്ണം പറഞ്ഞു എന്ന് മാത്രം. ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പല ശാസ്ത്രീയ വിവരങ്ങളും ഒരു മതനിഷേധ ചായ്വുള്ളതായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ആ കാലഘട്ടത്തിലെല്ലാം മതനിഷേധത്തിൻ്റെ ചായ്വുള്ള എഴുത്തുകൾ, അങ്ങനെയുള്ള സമീപനങ്ങളാണ് സമൂഹത്തിൽ മുൻപിൽ നിന്നിരുന്നത്. ഇതിന് ഉത്തമ ഉദാഹരണമാണ് പ്രശസ്ത ശാസ്ത്ര കാൽപ്പനിക എഴുത്തുകാരനായ ഐസക് അസിമോവ്. ഒരു ഫിക്ഷൻ റൈറ്ററാണ്, പോപ്പുലർ സയൻസ് റൈറ്ററാണ്. ഐസക് അസിമോവ് വളരെ അറിയപ്പെടുന്ന ആളാണ്. ഞാനൊരു അഗ്നോസ്റ്റിക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പോയ ആളായതുകൊണ്ട് കുറേ കാലം അതിൻ്റെ പുറകെ നടന്നുകൊണ്ട് നമ്മുടെ പ്രഭാത് ബുക്ക് ഹൗസൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, എറണാകുളത്തെ പ്രഭാത് ബുക്ക് അല്ലേ, ഇവിടുത്തെ പ്രഭാത് ബുക്ക് ഹൗസ്. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ധാരാളം സാധനങ്ങൾ അടിച്ച് നമ്മുടെ ഇടയിലൊക്കെ. അപ്പോൾ ഞാൻ ഈ പുസ്തകമൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ട്, ഐസക് അസിമോവിൻ്റെയൊക്കെ പോപ്പുലർ ബുക്സ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ടെൻസ് ഓഫ് മില്യൺസ് ഓഫ്, ഇത് നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചോളൂ, ഞാൻ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ പറയാം. ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ പരിണാമത്തെ സംബന്ധിച്ച് അനുകൂലമോ പ്രതികൂലമായ യഥാർത്ഥവാദങ്ങൾ എന്താണെന്ന് യാതൊരു അറിവോ മനസ്സിലാക്കലോ ഇല്ലാതെയാണ് അന്ധകാരത്തിൻ്റെ സൈന്യമായി ബൈബിൾ ഉയർത്തിപ്പിടിച്ച് പരിണാമത്തെ എതിർക്കുന്നത്. അവർ ശക്തരും ഭീതിജനകമായ നിലയിൽ ബലവാന്മാരുമാണ്. കേവല യുക്തിയുടെ ദുർബലമായ കുന്തമനകൾക്ക് പിളർക്കുവാനോ സ്വാധീനിക്കുവാനോ കഴിയാതെ വണ്ണം പ്രതിരോധശേഷിയുള്ളവരുമാണ്. തത്തുല്യമായ ഒരു നോക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതാണ്, ഈ ഒരു ആശയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പരിണാമവാദത്തെ എതിർക്കുന്നത് യാതൊരു ബുദ്ധിയില്ലാത്ത ആളുകളാണെന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. എന്ന് വെച്ചാൽ യുക്തിവാദം വളരെ ഫീബിളായിട്ടുള്ള, വളരെ ചെറിയ ചെറിയ ശരങ്ങൾ വെച്ചാൽ പോലും അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് ആളുകൾക്ക് സാധിക്കില്ല. അമേരിക്കക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്നത്തെ സമൂഹത്തെ, ഇദ്ദേഹം റഷ്യയിൽ ജനിച്ച ആളാണ്. 3 വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലെത്തി. തുടർന്ന് അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു പോപ്പുലറായിട്ടുള്ള സയൻസ് റൈറ്ററായിരുന്നു. അദ്ദേഹം തന്നെ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇവർ പരത്തിയിരിക്കുന്നത്. ഫ്രെഡ് ഹോയിലിൻ്റെ ഇതുപോലെ തന്നെയുള്ള തത്തുല്യമായിട്ടുള്ള എഴുത്തുകളുണ്ട്. നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എഴുതിയ, നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതിയ പല പുസ്തകങ്ങൾ എടുത്ത് നോക്കുക, അതിനകത്തൊക്കെ ഇങ്ങനത്തെ കമൻസ് കാണാനായിട്ട് സാധിക്കും. അടച്ച് നമ്മളെ ആക്ഷേപിക്കുന്നതെന്ന് വെച്ചാൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ളത് കാണാൻ സാധിക്കും. പക്ഷേ വാസ്തവത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയോ, ഇന്ന് നമ്മൾ ഈ എസെൻസിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ മാഷിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ പോയിട്ട് അവിടുത്തെ ഒരാളോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഞാൻ അങ്ങനെ പല ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ABCD അറിയില്ല. ഈ പറഞ്ഞ ഇത് അവരുടെ ഇടയിലാണ്. കാരണം ഇവർ ഭക്തിപൂർവ്വം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈക്കോളജിയാണ്, ഒരു മാത്സ് സൈക്കോളജിയാണ്, എന്ത് ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞാലും ഇവർ ബ്ലൈൻഡായിട്ട് അങ്ങ് വിശ്വസിക്കുകയാണ്. അതേസമയം എന്ത് കാര്യം ബൈബിളിനെ പറ്റി പറഞ്ഞാലും അപ്പോൾ അവരുടെ ബുദ്ധി വരും, യുക്തി വരും, അപ്പം തന്നെ അവർ ചോദ്യം ചോദിക്കും. പക്ഷേ ഈ സെയിം ചോദ്യം അവരെന്ത് ചെയ്യത്തില്ല, സയൻസിനോട് ചോദിക്കത്തില്ല. ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. നമ്മൾ ഇതിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഞാൻ അതിനെയാണ് അഡ്രസ്സ് ചെയ്തിട്ട് ഈ സംസാരിക്കുന്നത്. അക്കാഡമിക് സെറ്റിങ്ങിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല ഞാനിത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ള ഒരു വാക്കുണ്ട് അല്ലേ, ഡാർക്ക് ഏജസ് എന്ന് കേട്ടിട്ടുണ്ട്. തത്തുല്യമായൊരു തമസ്കരണമാണ് പിൽക്കാല എഴുത്തുകാരുടെ മധ്യകാലഘട്ടത്തെ കുറിച്ച് ഇരുണ്ട യുഗം, ഡാർക്ക് ഏജസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിലെ ഉന്നതമായ കലയും ഉയർന്ന തത്വചിന്താദികളെയും ഒട്ടും പരിഗണിക്കാതെയാണ് ഈ വിശേഷണം നൽകിയിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിൽ സജീവമായിരുന്ന തത്വചിന്തകളുടെയും ഗണിതക ആശയങ്ങളുടെയും മനോനിഷ്ഠമായ വിചിന്തനങ്ങളുടെയും വളക്കൂറുള്ള മണ്ണിൽ നിന്നാണ് ആധുനിക ശാസ്ത്രം പിറവിയെടുത്തത്. ഞാൻ പറഞ്ഞാൽ നമ്മൾ ഈ പാശ്ചാത്യ ലോകത്തെ ഇതിനെക്കുറിച്ച് സയൻസിൻ്റെ, വെസ്റ്റേൺ സയൻസിനെ കുറിച്ച് ധാരാളം ഹിസ്റ്റോറിയൻസ് മീൻസ് ശാസ്ത്ര ഹിസ്റ്റോറിയൻസ് ധാരാളം എഴുത്തുകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പറയുന്ന പോലെ അത്ര ഒരു മോശപ്പെട്ട ഒരു കാലഘട്ടമല്ല. വളരെ ഉന്നത തരത്തിലുള്ള ചിന്തകളുണ്ടായിരുന്നു. മാത്തമാറ്റിക്കൽ ലെവലിലുള്ള പല ആശയങ്ങളും ഗണിത സമവാക്യങ്ങളും അവർ മുന്നോട്ട് വെച്ചിരുന്നു. ആ ആശയങ്ങളിൽ നിന്നാണ് ശരിക്കും മോഡേൺ സയൻസ് പിറവിയെടുക്കുന്നത്. ഒരു വൺ ഫൈൻ മോർണിംഗ് ഔട്ട് ഓഫ് നത്തിങ് പെട്ടെന്നൊരു സാധനം വരുമല്ല. കാലാകാലങ്ങളിൽ പല കാര്യങ്ങൾ ബിൽഡപ്പ് ചെയ്ത് വന്ന് ഒരു അരിസ്റ്റോട്ടലിയൻ യുഗമാണ് ഉണ്ടായിരുന്നത്. അതിനെ ബേസ് ചെയ്തുള്ള ചിന്താഗതി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്താഗതി പ്രപഞ്ചം, മെറ്റീരിയലിസ്റ്റിക് വേൾഡിനെ കുറിച്ചുള്ള ആശയമാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. ആ ആശയത്തിൽ വരുമ്പോൾ തന്നെ അതിനെ എതിർത്തുകൊണ്ടും അതിനെ അങ്ങനെയല്ല എന്ന് സമർത്ഥിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. നമ്മളിപ്പോൾ ഗാലീലിയോ, എനിക്ക് തോന്നുന്ന സാറത് അവിടെ പറയുന്നുണ്ടാകും, ഗാലീലിയോ കോൺഫ്ലിക്റ്റ് പ്രസിദ്ധമാണ്. ഈ ഗലീലിയോ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് നമ്മുടെ ഇടയിലൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നത്? സഭ അദ്ദേഹത്തെ അങ്ങോട്ട് ബ്ലൈൻഡായിട്ട് മുടക്കി അദ്ദേഹത്തെ, അല്ലെങ്കിൽ ശാസ്ത്രത്തിനെതിരായിട്ടുള്ളൊരു ഇതാണെന്നുള്ള നിലയിലാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ വാസ്തവം അങ്ങനെയല്ല. നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ഇത് തന്നെ ജെസ്യൂട്ടുകൾക്ക്, സാറത് പറയുണ്ടായി, അവിടെ ഉണ്ടായിരുന്ന ഒബ്സർവേറ്ററി, അതിലാണ് അദ്ദേഹം പരീക്ഷണം നടത്തി. ജെസ്യൂട്ടുകളുടെ ഒബ്സർവേറ്ററിയിലാണ് അദ്ദേഹം നിരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അന്നത്തെ ശാസ്ത്ര ലോകത്ത് ഇതുപോലെ വലിയൊരു പ്രസൻസ് ആളുകൾ അരിസ്റ്റോട്ടലിയൻ ചിന്താഗതി വെച്ച് പുലർത്തുമായിരുന്നു. അരിസ്റ്റോട്ടലിയൻ ചിന്താഗതിക്ക് എതിരായിട്ടുള്ള പുതിയ ചില കാര്യങ്ങളാണ് എന്ത് ചെയ്തത്, ഇദ്ദേഹം കൊണ്ടുവരാനായിട്ട് ഇടയായിത്തീർന്നത്. അതിനെ എതിർത്തുകൊണ്ടുള്ള ചില ആശയങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അപ്പം അത് തമ്മിലുള്ള അന്നത്തെ നിലവിലുള്ള ശാസ്ത്ര ചിന്താഗതിയെയും പുതിയൊരു കാഴ്ചപ്പാടും, അതായത് പരീക്ഷണങ്ങൾ നടത്തുക. അരിസ്റ്റോട്ടിൽ ഒരു സമവാക്യം ഉണ്ടായിരുന്നു, നമുക്കറിയുന്ന, നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകുമോ, രണ്ട് ഡിഫറെൻറ്റ് വെയിറ്റുള്ള സാധനം മുകളിൽ നിന്നിട്ട് കഴിഞ്ഞാൽ താഴെ എത്തുന്നതിനെ കുറിച്ചുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് പരീക്ഷിക്കാൻ അദ്ദേഹം പോയില്ല. പക്ഷേ അതിൻ്റെ പരീക്ഷണ ലെവലിലേക്ക്, എക്സ്പെരിമെൻറ്റേഷണൽ ലെവലിലേക്ക് വന്ന ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് മോഡേൺ സയൻസിൽ വന്നതെന്ന് മനസ്സിലാക്കണം. മറ്റേത് മാത്തമാറ്റിക്കൽ ലെവലിലും ആശയപരമായിട്ട് പല കാര്യങ്ങളും അവർ നിന്നിരുന്നെങ്കിൽ ആ ആശയങ്ങളെ ശരിയായ നിലയിൽ പരീക്ഷിച്ച് മനസ്സിലാക്കി അതിൻ്റെ റിസൾട്ടിനെ അനലൈസ് ചെയ്ത് മുന്നോട്ട് വയ്ക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല ആ കാലഘട്ടത്തിൽ. എന്നാൽ അതിനെ മുന്നോട്ട് വെച്ച ഒരു കാലഘട്ടമാണ് മോഡേൺ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, എക്സ്പെരിമെൻറ്റേഷനിലൂടെ അത് തെളിയിച്ച് കാണിച്ച് നിരീക്ഷണത്തിലൂടെ, ഒബ്സർവേഷനിലൂടെയും പരീക്ഷണത്തിലൂടെയും പുതിയ മെത്തഡോളജീസ്, സയൻസിലെ മെത്തഡോളജീസ് ആണ് എന്ത് ചെയ്തത് ഈ മോഡേൺ സയൻസിൽ വന്നത് എന്ന് നമ്മൾ ഒരു പെരിഫറലായിട്ടുള്ള ചില കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഇതിലാണ് ആധുനിക ശാസ്ത്രം പിറവിയെടുത്തത്. യഹൂദ ക്രൈസ്തവ പാരമ്പര്യം ആധുനിക ശാസ്ത്രത്തിന് എതിരായിരുന്നു എന്ന് കേട്ടുപതിഞ്ഞിട്ടുള്ള പ്രചരണത്തിൽ നിന്ന് നേർവിപരീതമാണ് സത്യം എന്നുള്ളതൊരു വിരോധാഭാസമാണ്. ശാസ്ത്രത്തിൻ്റെ വേരുകൾ വാസ്തവത്തിൽ ബൈബിളിൽ ഊന്നിയിരിക്കുന്നു. നിത്യനായ, മാറ്റമില്ലാത്ത, സ്നേഹവാനായ, യുക്തവാനായ ഒരു ദൈവമാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നും അത് ക്രമബദ്ധവും യുക്തവുമാണ്.
ഒരു ഓർഡറുള്ള വേൾഡിനെയാണ് അല്ലേ, ഒരു കെയോട്ടിക് വേൾഡ് അല്ല, മറിച്ച് ഒരു ഓർഡറുള്ള വേൾഡാണ്. ഈ ഓർഡറുള്ള വേൾഡിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നിരീക്ഷിച്ച് പരീക്ഷിച്ച് ഒരു ക്രമം ഉണ്ടെങ്കിലല്ലേ അതിനെ പഠിക്കേണ്ടുള്ളൂ. ക്രമമില്ലാത്ത ലോകത്ത്, വളരെ സിമ്പിൾ വാക്കിൽ ഞാൻ പറയാണ്, ക്രമമില്ലാത്ത ഒരു സാധനത്തെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? അപ്പം ഈ ഒരു ബേസിക് ആശയം ബൈബിൾ വിശ്വാസികൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആദ്യകാലത്തെ ആളുകളൊക്കെ, സയൻറ്റിസ്റ്റുകളെല്ലാം അവരെ നയിച്ചിരുന്നത്. ദൈവം യുക്തിയുള്ള ലോജിക്കൽ ദൈവമാണ്. അപ്പം നമുക്കറിയാം, സാധാരണമാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്, പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും, 3 ആസ്പെക്ട്സ് അല്ലേ. എന്ന് വെച്ചാൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന് വെച്ചാൽ ഹോളിസ്റ്റിക് ആയിട്ടാണ്. നമ്മുടെ ബുദ്ധി മാറ്റി വയ്ക്കാനായിട്ട് ദൈവം പറഞ്ഞിട്ടില്ല. പലപ്പോഴും ആളുകൾ എന്തിക്കുന്നത്, ദൈവത്തിനെ ഇമോഷൻ ലെവലിൽ മാത്രം സ്വീകരിക്കണം, ഇൻ്റലക്റ്റ് ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ പലപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയല്ല, ദൈവം നമ്മൾക്ക് ഹോളിസ്റ്റിക് ആയിട്ട് നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ഇൻ്റലക്റ്റും അതുപോലെ തന്നെ എല്ലാ ആത്മാവ് കൊണ്ടും ഈ 3 ലെവലിൽ നമുക്ക് ഇതിനെ സമീപിക്കാൻ കഴിയണം. എല്ലാ കാര്യങ്ങളും ബൈബിളിൽ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ അതിനെ മനസ്സിലാക്കാനുമുള്ളതാണെന്നുള്ള ചിന്തയാണ്. അതായത് ഓർഡറാണ്, ദൈവം തന്നെ ഓർഡറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തെങ്കിൽ അതിനെ ഗ്രഹിക്കാനായിട്ട് നമുക്ക് കഴിയും. നമ്മളത് മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ആദ്യ പിതാക്കന്മാർ അതിനെ സമീപിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായും യന്ത്രവൽക്കരണവും പ്രായോഗിക സാങ്കേതിക അറിവുകളും പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നിട്ടും ശാസ്ത്രത്തിന് അടിത്തറവാകാൻ അനിമിസത്തിനോ, സകല പദാർത്ഥത്തിൽ ആത്മാവുണ്ടെന്ന വിശ്വാസത്തെയാണ് അനിമിസം എന്ന് പറയുന്നത്. എന്നാൽ അനിമിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു അഡ്വാൻസ്മെൻറ്റ് നടത്താൻ പറ്റിയില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആധുനിക ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. വൈ? ഇനി ഗ്രീക്ക്, നോഴ്സ്, റോമൻ ബഹുദൈവ വിശ്വാസികൾക്ക് പോളിതീസം, പദാർത്ഥത്തിൻ്റെ ഉണ്മയുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുപരി അതിഭൗതികവുമായി ഏകീഭവിക്കുക എന്ന പൗരസ്ത്യ ദർശനത്തിനും ആശയവാദപരമായ ക്ലാസിക് ഗ്രീക്ക് ചിന്തകർക്കും സാധിക്കാതിരുന്ന കാര്യമാണ് മധ്യകാല ക്രൈസ്തവ ദർശനത്തിൽ നിന്നും ആധുനിക ശാസ്ത്രം പിറന്നു വീണത്. അരിസ്റ്റോട്ടലും ഹിപ്പാർക്കസും ഒക്കെ ശ്രദ്ധേയമായ പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് വെച്ചവരാണെങ്കിലും സൈദ്ധാന്തികമായ ആശയങ്ങളെ യാഥാർത്ഥ്യവുമായി താരതമ്യം ചെയ്തുള്ള പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചത് വിപ്ലവകരമായ ഒരു നൂതന കാൽവയ്പായിരുന്നു. ഓക്കെ, നാൻസി പിയേഴ്സി എന്ന് പറയുന്നത് അമേരിക്കയിലെ ഇന്നൊരു ലീഡിങ് തിങ്കർ, സ്ത്രീകളുടെ ഇടയിൽ അറിയപ്പെടുന്ന അത്ര ഒരു ലീഡിങ് തിങ്കറായിട്ട് ഒരു സ്ത്രീയെയും അമേരിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു ഫിലോസഫറാണ്. ബൈബിൾ വീക്ഷണത്തിൽ പ്രകൃതിയെ സൂക്ഷ്മ അന്വേഷണത്തിന് വിധേയമാക്കുക എന്നത് ഒരുപോലെ ഒരു ആഹ്വാനവും കടമയാവുന്നു. ബോത്ത് എ കോളിംഗ് ആൻഡ് ഒബ്ലിഗേഷൻ. പ്രകൃതി നല്ലത്, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യമാണ് അവർ ബേസ് ചെയ്യുന്നത് അല്ലേ. അവിടെ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചിട്ട് നല്ലതെന്ന് കണ്ടു എന്ന് വെച്ചാൽ ഇറ്റ്സ് പെർഫെക്റ്റ്, അത് നല്ലതാണ്. പ്രകൃതി നല്ലതാണെന്നും പഠനത്തിന് വിധേയമാക്കേണ്ടതാണെന്നുമുള്ള ക്രിസ്തീയ വീക്ഷണത്തെ ഒഴിവാക്കിക്കൊണ്ട് ശാസ്ത്രത്തിൻ്റെ ഉയർച്ചയെ വിശദീകരിക്കാനാവില്ല. കാരണം ഈ വീക്ഷണമാണ് ആദ്യകാല ശാസ്ത്രപടുക്കളെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തോട്ടത്തിൽ വേല ചെയ്യുക, ദൈവം സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്യാനായിട്ട്, ഐഡിയലായിട്ടിരിക്കാനായിട്ടല്ല പറഞ്ഞു, പിന്നെ എന്ത് ചെയ്യാനായിട്ടാ, വേല ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ടിൽ ദ ലാൻഡ്, ജെനസിസ് 2:15 എന്ന സാംസ്കാരിക അനുശാസനം നിർവഹണമായി കരുതുവാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ അതൊരു ഒബ്ലിഗേഷനാണ്. ഇത് ഞാൻ ദൈവത്തെ അനുസരിക്കുന്നതിന് തുല്യമാണ്. ഈ പ്രപഞ്ചത്തിൽ ഞാൻ അടങ്ങിയിരിക്കാനുള്ളതല്ല. ഇപ്പോൾ സാറിനെ നയിച്ചത് ആ വീക്ഷണമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇല്ല, ഞാനിവിടെ വെറുതെ ഐഡിയലായിട്ടിരിക്കാനല്ല, എനിക്കൊരു കോൺട്രിബ്യൂട്ട് ചെയ്യണം, സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ലാൻഡ് ടില്ല് ചെയ്യണം. ലാൻഡ് ടില്ല് ചെയ്യണമെങ്കിൽ കൈ മാത്രം പോരാ, അവിടെ ഇംപ്ലിമെൻറ്റ്സ് വേണം, ടൂൾസ് വേണം, മെഷീനറീസ് വേണം, അവിടെ പല അഡ്വാൻസ്മെൻറ്റ് വേണം അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റൂട്ടിൽ നിന്നാണ് ഈ കാര്യങ്ങളെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതേ ലേഖനത്തിൽ പിയേഴ്സി ശാസ്ത്രചരിത്രകാരന്മാരുടെയും വിവിധ സംസ്കാരങ്ങളുടെയും ചരിത്രത്തിൽ വൈദഗ്ധ്യം നേടിയ ഒട്ടനവധി പേരുടെ പ്രസ്താവനകൾ എന്തുകൊണ്ടാണ് മറ്റ് സംസ്കാരങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ശാസ്ത്രീയ പുരോഗതി കൈവരിക്കാൻ തടസ്സമായതെന്ന വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നാൻസി പിയേഴ്സി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ പേര് ഈ പുസ്തകത്തിനകത്ത്
വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇത് അവർ എന്തുകൊണ്ടാണ് മറ്റ് സംസ്കാരങ്ങൾക്ക് ഉന്നതി പ്രാപിക്കാനായിട്ട് ഈ മോഡേൺ സയൻസിന് പിറവി കൊടുക്കാൻ കഴിയാത്തത് എന്താണെന്നുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ അവരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിലെ പ്രസിദ്ധ ചിന്തകനായ ഫ്രാൻസിസ് ഷോഫർ തൻ്റെ ക്ലാസിക് കൃതിയായ എസ്കേപ്പ് ഫ്രം റീസൺ എന്ന പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി: ക്രിസ്തീയമായ അഭിപ്രായഗതിയുള്ള ഒരു ചുറ്റുപാടിൽ ജീവിച്ചു വന്ന ചിലരാണ് ആധുനിക ശാസ്ത്രത്തിന് തുടക്കം കുറിച്ചത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആരംഭം കുറിക്കാൻ ക്രിസ്തീയത എന്തുകൊണ്ട് അനിവാര്യമായിരിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ലളിതമായ ഉത്തരം ക്രൈസ്തവതയ്ക്ക് പ്രപഞ്ചത്തിൻ്റെ രൂപത്തെക്കുറിച്ച് സൂക്ഷ്മ അന്വേഷണം നടത്തുവാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കി എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്ലൈമറ്റ്, അതായത് അന്വേഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മധ്യകാല ക്രൈസ്തവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. യുക്തിസഹമായിട്ടുള്ള യുക്തിമാനായ ദൈവത്തിലും യുക്തിഭദ്രമായി സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിലുമുള്ള ക്രിസ്തീയ കാഴ്ചപ്പാട് പങ്കുവച്ചിരുന്ന, ഷെയർ ചെയ്തിരുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരുന്ന ആദ്യകാല ശാസ്ത്രജ്ഞന്മാർ മനുഷ്യയുക്തി ഉപയോഗിച്ച് പ്രപഞ്ച രൂപത്തെ കണ്ടെത്താനാവുമെന്ന് കരുതി. പ്രസിദ്ധ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനും നിരീശ്വരവാദിയുമാണ് റോബർട്ട് ജെ ഒപ്പൻഹൈമർ. ക്രിസ്ത്യാനിറ്റിയോടുള്ള ആധുനിക ശാസ്ത്രത്തിൻ്റെ കടപ്പാടിനെ അംഗീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് ഷോപ്പൻഹോവർ ഉദ്ധരിക്കുന്നത്. അതായത് റോബർട്ട് ഒപ്പൻഹൈമർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയോടുള്ള കടപ്പ്, അതായത് ആധുനിക ശാസ്ത്രത്തിന് ക്രിസ്ത്യാനിറ്റിയോടുള്ള കടപ്പാടിനെ സംബന്ധിച്ചുള്ള ഷോപ്പൻഹോവർ അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ് ഇവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: തീർച്ചയായും നവോത്ഥാന ഘടകങ്ങളും കൂടാതെ ഗ്രീക്ക് ഭൗതിക പാരമ്പര്യങ്ങളും ശാസ്ത്രീയ അവബോധത്തിന് സഹായമായിട്ടുണ്ട്. എന്നാൽ ഗ്രീക്ക് പാരമ്പര്യം അതിൽ തന്നെ ശാസ്ത്രീയ വിപ്ലവത്തിന് ഉത്തേജനകമായി പര്യാപ്തമായിരുന്നുവോ എന്ന് പരിശോധിച്ചാൽ തത്വത്തിൽ അല്ലായിരുന്നു എന്നാണ് വാസ്തവം. എന്നാൽ ക്രിസ്തീയ ഘടകമാണ് യഥാർത്ഥത്തിൽ സഹായകമായത്. അപ്പം ഈ ഒരു അഭിപ്രായം പറയുന്നത് ക്രൈസ്തവരല്ല, പിന്നെ മറിച്ച് ആരാണ്? ഒരു നിരീശ്വരവാദി പറയുന്ന അഭിപ്രായമാണ്. യഹൂദ ക്രിസ്ത്യൻ ലോകവീക്ഷണത്തിൽ നിന്നാണ് ആധുനിക ശാസ്ത്രം വളർന്നത് എന്ന സത്യം ആർക്കും നിഷേധിക്കാനാവില്ലെന്ന വസ്തുതയാണ്. അതിൻ്റെ കാരണങ്ങൾ തെളിയിക്കാനാവില്ലെങ്കിലും ശാസ്ത്രചരിത്രത്തിൽ നിന്നും നമുക്ക് യുക്തിസഹമായി മനസ്സിലാക്കാവുന്നതാണ്. പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടാവായ ഏകദൈവത്തിലുള്ള വിശ്വാസവും താൻ സൃഷ്ടിച്ച പ്രപഞ്ചം ക്രമീകൃതവും ഒരു ഡിസൈൻ ഉള്ളതാണെന്നും ഗ്രഹിക്കാൻ സാധ്യമായ ഒരു നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിൽ നിർമ്മിച്ച് സർഗാത്മകവും സൃഷ്ടിപരവുമായ കഴിവുകൾ നൽകപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ യുക്തിപരമായി മനസ്സിലാക്കുന്നതിനും അനുകരിക്കുന്നതിനും പര്യാപ്തമായ ഒരു ഭൂമിക നൽകപ്പെട്ടത് കൊണ്ടാണ് ശാസ്ത്രം വളർന്നതും പുരോഗതി പ്രാപിച്ചതും. അതായത് പ്രപഞ്ചം ക്രമബദ്ധവും യുക്തിസഹവും ന്യായാനുസാരവും അതിൽ അന്തർലീനമായിരിക്കുന്ന മാതൃകാരൂപങ്ങൾ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്നതുമാണെന്ന ബോധ്യതയാണ് ശാസ്ത്രാവബോധത്തിലേക്ക് മനുഷ്യനെ നയിച്ചത്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ആദ്യകാല കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ആ മഹാരഥന്മാർ വിശ്വാസികളായിരുന്നു എന്ന് കാണാം. ഈ ഗവേഷക മുൻഗാമികളുടെ ചില നേർസാക്ഷ്യങ്ങൾ തന്നെ പ്രതിപാദിക്കുന്നത് ഉചിതമാവും. നിക്കോളാസ് കോപ്പർനിക്കസ്, നമുക്കറിയാം, സൗരയൂഥത്തിൻ്റെ മോഡല്, സൂര്യൻ കേന്ദ്രീകൃതമായിട്ടുള്ള സൗരയൂഥത്തെ, സോളാർ സിസ്റ്റമാണ് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തത്. അതിനു മുമ്പ് ഭൂമിയാണ് കേന്ദ്രം എന്നാണ് വിശ്വസിച്ചിരുന്നത്, അല്ലേ? അന്നത്തെ സയൻസ് അതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കോപ്പർനിക്കസ് ഈ കാര്യം പ്രസൻറ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്കി: ദൈവം അനുവദിച്ചിരിക്കുന്ന മാനുഷിക യുക്തിക്കുള്ളിൽ നിന്നുകൊണ്ട് എല്ലാ വസ്തുക്കൾക്കും പിന്നിലുള്ള സത്യം അഥവാ യാഥാർത്ഥ്യം അന്വേഷിക്കുക എന്നതായിരിക്കണം ഒരു തത്വചിന്തകൻ്റെ പരിശ്രമം. അടുത്ത ഒരു ഇതിൽ അദ്ദേഹം പറയുന്നത്, ദൈവത്തിൻ്റെ ഭയങ്കരവും വലുതുമായ പ്രവൃത്തികളെ അറിയുവാനും അവൻ്റെ ജ്ഞാനവും മഹത്വവും ശക്തിയും ഗ്രഹിക്കുവാനും തൻ്റെ നിയമങ്ങളെയും അത്ഭുതകരമായ പ്രവർത്തനങ്ങളെയും ഗൗരവത്തോടെ അതിൻ്റെ ഗുണമറിഞ്ഞ് ആസ്വദിക്കുവാനും കഴിയുമ്പോൾ തീർച്ചയായും ഇതെല്ലാം അത്യുന്നതനായവന് പ്രസാദകരവും സ്വീകാര്യമായ ഒരു ആരാധനാ മാതൃകയും അജ്ഞതയേക്കാൾ അറിയുന്നതാണ് ശ്രേഷ്ഠത എന്ന് കരുതുന്നതിനുമാണ് അവൻ ദൈവം. എന്ന് വെച്ചാൽ നമ്മൾ മണ്ടന്മാരായിരിക്കാനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു സാരം എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറയാം ദൈവമാണ് നമുക്ക് ഈ ബുദ്ധി തന്നിരിക്കുന്നത്, അല്ലേ? ദൈവമാണ് നമ്മളെ തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ബുദ്ധി കൊണ്ട് ദൈവത്തെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ യുക്തി എന്താണ്? ദൈവത്തെ നമ്മുടെ ഈ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ
അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് പറയുന്നത്. ദൈവത്തെ മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല, ഹീസ് എ ഹയർ ബീങ്, അത് വേറൊരു കാര്യം. പക്ഷേ ഈ ദൈവത്തിൻ്റെ സൃഷ്ടിയിലെ പല കാര്യങ്ങളും നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്. പക്ഷെ അത് ശരിയല്ല. കാരണം ദൈവം തന്ന ബുദ്ധിയാണെങ്കിൽ ഈ ബുദ്ധിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവത്തെ നമുക്ക് അറിയാവുന്നിടത്തോളം, അല്ലേ? അത് റോമലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നത്, നമുക്കൊരു കപ്പാസിറ്റി തന്നിട്ടുണ്ട്, നമുക്കൊരു ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ട്. ആ ബ്രെയിൻ കപ്പാസിറ്റിക്ക് അകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം നിങ്ങളെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നാണ് റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ നിൻ്റെ അനിമിസോ എന്തുമൊക്കെ ആയിട്ട് പോയിക്കോ എന്നാണ് ശരിക്കും ബൈബിൾ പറയുന്നത്. അപ്പോൾ ഈ കാര്യം വാസ്തവമായിട്ട് നമ്മൾ ഗ്രഹിച്ചിരിക്കണം. ഓക്കെ, ഗാലിലി പല ആളുകളും ചിന്തിച്ചിരിക്കുന്ന ഈ ഇവരൊക്കെ നിരീശ്വരവാദികളാണ്, ദൈവവിശ്വാസികളല്ലെന്നാണ്. പക്ഷേ ഇവരൊക്കെ ഒന്നാന്തരം ദൈവവിശ്വാസികളാണ്. ഇവരെല്ലാവരും ദൈവവിശ്വാസികളാണ്. നേരത്തെ സാറ് ലിസ്റ്റ് പറഞ്ഞല്ലോ, 52 പേരിൽ 50 പേരും വിശ്വാസികളാണ് എന്ന് പറയുകയുണ്ടായി. ഈ ആദ്യകാലത്തെ ഈ ഫൗണ്ടേഷൻ ഇട്ട, അതായത് മോഡേൺ സയൻസ് ആരംഭിക്കുന്ന 16-ാം നൂറ്റാണ്ട് മുതലാണ്. ഗാലീലിയോനെയാണ് അതിൻ്റെ പിതാവായിട്ട് സാധാരണ കണക്കാക്കുന്നത്. പരീക്ഷണങ്ങളുടെ, ഞാൻ പറഞ്ഞു, മെത്തഡോളജിയിൽ വന്ന മാറ്റമാണ്. പരീക്ഷണങ്ങൾ ആരംഭിച്ച് ഒരു ന്യൂ ഇറയ്ക്ക് തുടക്കം കുറിച്ചാണ്. അപ്പോൾ ഇവരൊക്കെ വിശ്വാസികളായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഇത് എസെൻസിലൊക്കെ പോയിട്ട് ശരിക്കും ഇത് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടതാണ്. ഈ സത്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ല. ഇവരൊക്കെ എന്തോ നിരീശ്വരവാദികളാണ്, അവരുടെയാണ് കംപ്ലീറ്റ് കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് പറയുന്നത്. ഇത് നമുക്കും അറിയില്ല, പ്രസൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സത്യങ്ങൾ അറിയാത്തതുകൊണ്ട് നമ്മൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് നമുക്കും സാധിക്കണം. ഓക്കെ, അദ്ദേഹം പറയുന്നത് എന്താ നോക്കാം. ശാസ്ത്രത്തെ നിരോധിക്കുന്നത്, ശ്രദ്ധിച്ചോളണം, ശാസ്ത്രത്തെ നിരോധിക്കുന്നത് ബൈബിൾ വിപരീതത്വമായിരിക്കും. ഏതിലാണോ 100 കണക്കിന് സ്ഥലത്ത് ദൈവത്തിൻ്റെ മഹത്വവും വല്ലഭത്വവും തൻ്റെ പ്രവൃത്തികളാൽ വിളങ്ങുന്നുവെന്നും അത് ആകാശത്തിൻ്റെ തുറന്ന പുസ്തകത്തിൽ നിന്ന് വായിക്കണമെന്നും പഠിപ്പിച്ചിരിക്കുന്നത്, ഈ പേജുകളിൽ എഴുതിയിരിക്കുന്ന ഉന്നത ചിന്തകൾ കേവലം ആകാശത്തേക്ക് മിഴിച്ചു നോക്കി നക്ഷത്ര ശോഭ ആസ്വദിച്ചതുകൊണ്ട് മാത്രം പൂർണ്ണമായെന്ന് ആരും കരുതരുത്. എന്നുവെച്ചാൽ ദൈവം തന്നിരിക്കുന്ന ഇത് വെറുതെ ഇങ്ങനെ ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. പിന്നെയോ, പൂർണ്ണമായി എന്ന് കരുതരുത്, എന്നാൽ അഗാധമായ നിഗൂഢതകളും ഉയർന്ന സങ്കല്പനങ്ങളും രാത്രിയെ പകലാക്കിയുള്ള അധ്വാനങ്ങളും 100 കണക്കിന് തീക്ഷ്ണ ബുദ്ധിശാലികളുടെ ഗവേഷണങ്ങളും കൂടാതെ 1000 വർഷത്തെ ദൈർഘ്യമുള്ള സൂക്ഷ്മ അന്വേഷണങ്ങൾക്കുമെല്ലാം അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ആവില്ല. അന്വേഷണത്തിൻ്റെയും കണ്ടെത്തലിൻ്റെയും സാധ്യത എന്നേക്കും നിലനിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഇനിയും അനേകം നിഗൂഢതകളുണ്ട്. ഈ നിഗൂഢതകൾ വെളിച്ചത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഐഡിയലായിട്ടിരിക്കാനായിട്ട് പാടില്ല. നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം? ശാസ്ത്ര വിഷയങ്ങൾ ധാരാളമായിട്ട് എടുക്കണം. ധാരാളം സയൻറ്റിസ്റ്റുകൾ ഉണ്ടാകണം. ധാരാളം ഗവേഷണ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കണം. നമ്മൾ കേവലം ഒരു പ്രാഥമിക ഇത് കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു ജോലി അതും പറഞ്ഞ് പോകരുത്. നമ്മുടെ എല്ലാ ഫീൽഡിലും, സയൻസ് മേഖലയിലും, നമ്മൾ നേരത്തെ പറഞ്ഞു അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിൽ മാത്രമല്ല, എല്ലാ ഫീൽഡിലും നമ്മുടെ ആളുകൾ വരുമ്പോഴാണ് അവിടെ മൂല്യബോധമുള്ള ശരിയായിട്ടുള്ള നിലയിലുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന നിലയിലുള്ള ആളുകൾ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ ഇത്. ഓക്കെ, അപ്പോൾ വിവേകവും യുക്തിയും ബുദ്ധിശക്തിയും ഉപയോഗിക്കാതെ മറ്റുപാധികളിലൂടെ അറിവ് നേടണമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് യാതൊരു ബാധ്യതയുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പറയില്ല നമ്മുടെ ബുദ്ധി ഇതൊന്നും ഉപയോഗിക്കേണ്ട, അങ്ങനെയൊന്നും പറയുന്നത് അത് ബൈബിൾ വിരുദ്ധമാണ്. യുക്തിയും ബുദ്ധിയൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനത്തെ കുറേ വാക്യങ്ങളുണ്ട്. ഞാൻ ഏതായാലും ആ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല. റോമലേഖനം 1-ാം അധ്യായം തന്നെ വായിച്ചാൽ മതി. അതിൽ തന്നെ പരിജ്ഞാനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം. ജോനാസ് കെപ്ലർ. ദൈവം ഒരുക്കിയിരിക്കുന്ന ആകാശമണ്ഡലത്തിലെ താളലയങ്ങളുടെ കാഴ്ചയിൽ മയങ്ങി അനർവചനീയമായ അനുഭൂതിയിൽ മുഴങ്ങി ഉച്ചരിക്കാനാവാതെ അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ. നാം കാണുന്നത് ദൈവം ഒരു മനുഷ്യശില്പിയെ പോലെ ലോകത്തെ ക്രമത്തിലും നിയമവ്യവസ്ഥയിലും സ്ഥാപിച്ചിരിക്കുന്നു എന്നതാണ്. അടുത്ത കമൻറ്റ്, ഞാൻ കേവലം ദൈവചിന്തയെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഉന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാരായ ഞങ്ങൾ.
ഇതാരാ പറയുന്നത്? ഞാൻ പ്രീസ്റ്റാണെന്ന്. അതായത് ഒരു ആസ്ട്രോണമർ ആയിട്ടുള്ള ജോണസ് ക്ലെപ്പർ പറയാണ്, ഞാനൊരു പ്രീസ്റ്റാണ്, ദൈവത്തിൻ്റെ പ്രീസ്റ്റാണ്. ആ പ്രീസ്റ്റ് എന്നുള്ള പുരോഹിതനായി ഇത് അനുഷ്ഠിക്കണം, സുവിശേഷം അനുഷ്ഠിക്കണമെന്ന് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, റോമാലേഖനത്തിൽ. അതിൻ്റെ അർത്ഥം മനസ്സിലായി, അദ്ദേഹം മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ പ്രീസ്റ്റുകളൊക്കെ, ജെസ്യൂട്ട് ആദ്യകാലത്തെ ആളുകളൊക്കെ, ഈ പ്രീസ്റ്റുകളൊക്കെ ഇതൊരു ആരാധനയായിട്ടാണ് അവർ കരുതിയിരുന്നത്. അവർ ചെയ്യുന്ന കർമ്മം ഒരു ആരാധനയാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന പറയുമ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഒരു തെറ്റിദ്ധാരണ, ഇതിങ്ങനെ ചെയ്യുന്ന മാത്രം. അങ്ങനെയല്ല, നമ്മുടെ ലൈഫ് തന്നെ ആരാധനയാണ്. അതാണ് പുരോഹിതനായി അനുഷ്ഠിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു മീനിങ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഇവരങ്ങനെയാണ് ആ ദൗത്യം ഏറ്റെടുത്തത്. ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ ഞാനിത് ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയാണ്. അതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഓക്കെ, ഞാൻ കേവലം ദൈവചിന്തയെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത്. ഉന്നതമായ ദൈവത്തിൻ്റെ പുരോഹിതന്മാരാണ് ജ്യോതിശാസ്ത്രന്മാരായ ഞങ്ങൾ. പ്രകൃതിയാകുന്ന പുസ്തകത്തെ വായിക്കുമ്പോൾ അത് സമ്മാനിക്കുന്ന ചിന്തകൾ അത് ഞങ്ങളുടെ ചിന്തയുടെ വലിപ്പമല്ല, മറിച്ച് എല്ലാത്തിലുപരിയായ ദൈവിക മഹത്വത്തെയാണ് ധ്വനിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഐസക് ന്യൂട്ടൺ, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭന്മാരിൽ ഒരാളായിട്ടുള്ള ഐസക് ന്യൂട്ടൺ പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. എന്താ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? പ്രപഞ്ചത്തിൻ്റെ അതിശയകരമായ ക്രമീകരണവും താളലയവും ഒരു സർവശക്തനും സർവജ്ഞാനിയുമായ ഒരു അസ്തിത്വത്തിന്, ഒരു ബീയിങ്ങിന് മാത്രമേ വിഭാവനം ചെയ്യാനാവൂ. എൻ്റെ ഏറ്റവും വലിയ ബോധ്യതയും തിരിച്ചറിവും ഇതാണ്. എന്ന് വെച്ചാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ പറയാണ്, ഇങ്ങനത്തെ ഒരു സാധനം നമുക്കറിയാം. ഐസക് ന്യൂട്ടൻ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി അല്ലേ? ആ മോഡൽ ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഒരു ഫ്രണ്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഐസക് ന്യൂട്ടൻ എന്ത് പറഞ്ഞു? ഇത് തന്നെത്താൻ ഉണ്ടായി വന്നതാന്ന് പറഞ്ഞു. തന്നെത്താൻ ഉണ്ടായി വന്നപ്പോഴത്തേക്കും അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? പിന്നെ പോടെ തമാശ പറയരുതെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിൻ്റെ സാരം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു തീപ്പെട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെൻ തന്നെത്താൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ആളുകളുടെ റെസ്പോൺസ് എന്തായിരിക്കും? ആളുകൾ അപ്പം തന്നെ പോടാ എന്ന് പറയും. പക്ഷേ നമ്മൾ പറയാണ്, ഈ കണ്ണിൻ്റെ ഘടനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഉള്ളിലോട്ട് ചെല്ലുന്നതോറും DNA ഒക്കെ ചെല്ലുമ്പോൾ ഏറ്റവും കോംപ്ലക്സ് ആയിട്ട് വരികയാണ് അല്ലേ? അപ്പോൾ ഒരു ഇറെഡ്യൂസിബിൾ കോംപ്ലക്സിറ്റി. ഇന്നിപ്പോൾ ആധുനിക ശാസ്ത്രം വന്നിരുന്നപ്പോൾ ആദ്യകാലത്ത് ചിന്തിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു പ്ലാസ്മ ലെവലിൽ വളരെ സിമ്പിളായിട്ടുള്ള അല്ലേ, കോംപ്ലക്സിൽ നിന്ന് ഏറ്റവും അകത്തോട്ട് ചെല്ലുന്നവർ സിമ്പിളായിരിക്കും എന്നാണ് ആദ്യകാലത്തൊക്കെ ഡാർവിൻ്റെ ഒക്കെ അവരൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എന്താണ്? അകത്തോട്ട് ചെല്ലുന്നവരും ഇറ്റ് ഈസ് സോ കോംപ്ലക്സ്. ഏറ്റവും അല്ലേ, ഇതിൽ നിന്ന് സൂക്ഷ്മ ലോകത്തെ വലിയ പ്രപഞ്ചത്തെക്കുറിച്ചാണ് ഇന്ന് സയൻസ് പഠിക്കുന്നത്, ഫിസിക്സിൽ അല്ലേ. ഏറ്റവും ആ കോർക്കുകൾ അല്ലെങ്കിൽ പ്രാഥമിക ഘടകങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു പ്രപഞ്ചമാണ്. അപ്പോൾ ഈ ആശയം മനസ്സിലാക്കുമ്പോഴാണ് ആ തോട്ട് പാറ്റേണിൽ നമുക്ക് വ്യത്യാസം വരാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ഇന്നത്തെ ചിന്താഗതിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, വലിയ ചിന്തകന്മാർക്ക്, ഉന്നതരായിട്ടുള്ള ചിന്തകൾക്ക് ഒരിക്കലും അവർ മൗഢ്യത്തിൽ പറയത്തില്ല, എന്ത് പറയത്തില്ല, ഇതൊന്നും ഇല്ല. ഇതെൻ്റെ ചിന്തയിലേക്ക് പോരുവാണ്. ശോധി തവ്യം ച സർവം സർവസ്ഥാനം ച കാലൈകം എന്നൊരു തർക്കശാസ്ത്രത്തിലെ ഒരു ചൊല്ല് തന്നെ ഉണ്ട്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി ഒരു സാധനം ഇല്ല എന്ന് പറയണമെങ്കിൽ, ഒരു വ്യക്തി ഒരു സാധനം ഇല്ല എന്ന് പറയണമെങ്കിൽ മിനിമം 3 കാര്യങ്ങൾ വേണം. എന്താണ് ആ മിനിമം 3 കാര്യങ്ങൾ? ഒന്ന്, ഇപ്പോൾ സപ്പോസ് ഒരു ഇത് പറയാം, എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനില്ല എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശോധിക്കണം അല്ലേ? അപ്പോൾ എല്ലാ മുറിയും പരിശോധിക്കണം. മതിയാവും. 2, നിങ്ങൾ ഒരു മുറിയിൽ വന്നപ്പോൾ ഞാൻ അപ്പുറത്തെ മുറിയിട്ട് പോയിട്ടുണ്ടാവും അല്ലേ? ഞാൻ ഒരു മുറിയിൽ വന്നപ്പോൾ നിങ്ങൾ ഒരു മുറിയിൽ അന്വേഷിക്കാൻ വന്നപ്പോൾ ഞാൻ അടുത്ത മുറിയിൽ പോയിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ വന്നപ്പോൾ ഞാൻ അടുത്ത മുറിയിലേക്ക് പോയിട്ടുണ്ടാവും. സോ എന്ത് വേണം? ഞാൻ ഒരേ സമയത്ത് എല്ലാ മുറിയിലും പ്രസൻ്റ് ആയിരിക്കണം. പറയുന്ന ആശയം മനസ്സിലാകണ്ട? ഒരു കാര്യം ഇല്ലെന്ന് പറയണമെങ്കിൽ ഞാൻ പരിശോധിക്കണം. 2, ഒരേ സമയത്ത് ഞാനവിടെ പ്രസൻ്റ് ആയിരിക്കണം. 3, എല്ലാ മാർഗവും ഉപയോഗിച്ച് പരിശോധിക്കണം. നിങ്ങൾ ഇനി ഈ ഒരു ഐഡിയ പ്രപഞ്ചത്തിലേക്കൊന്ന് ഇട്ട് നോക്കിയേ. പ്രപഞ്ചം മുഴുവൻ മനുഷ്യൻ പരിശോധിച്ച് കഴിഞ്ഞോ? നമ്മൾ ഈ യൂറികക്കാരൻ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒന്നും ദൈവത്തെ കണ്ടില്ല. ദാറ്റ്സ് എ ഫൂളിഷ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായല്ലോ? പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സൂര്യൻ്റെ അകത്തെ പ്രോസസ്സൊക്കെ ഇവിടെ ഇരുന്നിട്ട് ചില അനുമാനങ്ങളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടുന്ന് പോയിട്ട് അവിടുത്തെ അവിടെ ഉള്ള കെമിക്കൽ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ലാബിലിട്ട് പരിശോധിച്ചിട്ടല്ല, ചില അനുമാനങ്ങളിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ചില സെർട്ടനിറ്റീസിൽ എത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പല കാര്യങ്ങളും
പറയുന്നത്. അപ്പോൾ സയൻസ് അതിൻ്റെ ശരിക്കുള്ള സയൻറ്റിഫിക് മീനിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ പരിമിതികളുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇത്. അപ്പോൾ ആരും അങ്ങനെ പറയുന്നെങ്കിൽ, അങ്ങനെ ഒരാൾ പറയുന്നെങ്കിൽ മിനിമം ലെവലിൽ ഈ 3 കാര്യങ്ങൾ, ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ട് മാത്രമേ ഒരാൾക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറയാനായിട്ടുള്ളൂ പാടുള്ളൂ എന്നാണ് തർക്കശാസ്ത്രത്തിൻ്റെ തന്നെ അടിസ്ഥാന യുക്തിയുടേതായിട്ടുള്ള അടിസ്ഥാന ബോധം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദൈവപ്രവർത്തികളുടെ പൂർണ്ണത അവയെല്ലാം തന്നെ ഏറ്റവും തികഞ്ഞ ലാളിത്യത്തോടെ നിർവഹിക്കുന്നു എന്നതാണ്. ദൈവം ക്രമത്തിൻ്റെ ദൈവമാണ്, കുഴപ്പത്തിൻ്റെ ദൈവമല്ല. ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് ഓർഡർ, ഗോഡ് ഈസ് നോട്ട് എ ഗോഡ് ഓഫ് കൺഫ്യൂഷൻ. പ്രസിദ്ധമായിട്ടുള്ളൊരു വാക്യമാണത്. ഓക്കെ, ഇനി തൻ്റെ മുൻഗാമികളായ കോപ്പർനിക്കസ്, കെപ്ലർ, ഗാലീലിയോ എന്നിവരുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ന്യൂട്ടൻ തൻ്റെ ക്ലാസിക്കൽ ബലതന്ത്രത്തിന്, ചട്ടക്കൂടിന്, ക്ലാസിക്കൽ മെക്കാനിസത്തിന് രൂപം നൽകി. ചലന ബലതന്ത്രവും ഗുരുത്വാകർഷണ നിയമങ്ങളും ഉൾപ്പെടെയുള്ളവ, പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാൻ ആവശ്യമായ ശക്തവും യുക്തമായ ഗണിതയന്ത്രങ്ങൾ, കാൽക്കുലസും മറ്റും ഈ അശ്രാന്ത പരിശ്രമത്തിനിടയിൽ കണ്ടുപിടിക്കപ്പെട്ടു. അങ്ങനെ ന്യൂട്ടൻ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിശദീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായി തീർന്നു. ന്യൂട്ടൻ വളരെ ഭക്തനായ, ഇനി ഒരു രസകരമായ കാര്യം പറയാൻ പോകുന്നത്, ന്യൂട്ടൻ വളരെ ഭക്തനായ ദൈവവിശ്വാസിയായിരുന്നിട്ടും തൻ്റെ കാഴ്ചയിൽ പ്രപഞ്ചത്തിൻ്റെ ക്രമീകരണ ദൈവത്തിൻ്റെ കരവിരുതിൻ്റെ സ്പർശനമാണെന്ന് പരസ്യമായി വ്യക്തമാക്കിയിട്ടും ഇന്ന് ന്യൂട്ടൻ്റെ കണ്ടുപിടുത്തങ്ങൾ അറിയപ്പെടുന്നത് ഒരു യാന്ത്രികവും പദാർത്ഥാധിഷ്ഠിതവുമായ നിരീശ്വര ആധുനിക ശാസ്ത്രത്തിൻ്റെ ലോകവീക്ഷണമുള്ള വ്യക്തിയായിട്ടാണ് എന്നത് ഒരു തികഞ്ഞ വിരോധാഭാസമാണ്. പല ആളുകളും കരുതുന്നത് ന്യൂട്ടൻ ഒരു മെറ്റീരിയലിസ്റ്റിക്, പ്യുവർ മെറ്റീരിയലിസ്റ്റിക് ആണെന്ന് ചിന്താഗതിയുള്ള അനേക ആളുകളുണ്ട്. എന്നാൽ ന്യൂട്ടോണിയൻ വീക്ഷണത്തിൻ്റെ സ്വാധീനം മൂലം പെട്ടെന്നുണ്ടായ ഒരു പ്രതിഫലനം ഭൗതികതയും ആത്മീകതയും സമന്വയിച്ചിരുന്ന മധ്യകാല വീക്ഷണത്തിൻ്റെ തകർച്ചയാണ്. നമ്മുടെ ന്യൂട്ടോണിയൻ പൈതൃകം ഇപ്പോഴും നമ്മുടെ ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള വിവേകപരമായ പരീക്ഷണങ്ങളെ രൂപപ്പെടുത്തുന്നതും ഭൗതിക മേഖലയിലെ എല്ലാ ചിന്താഗതികളെയും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഇന്നത്തെ ആധുനിക കാലത്തെ ചില സയൻറ്റിസ്റ്റുകൾ തന്നെ പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഇന്നത്തെ എല്ലാ ചിന്താഗതിയും ന്യൂട്ടൻ എന്ത് ചെയ്യാണ്, ഇപ്പോഴും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും ഇന്നത്തെ സയൻസിനെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ലെഗാസിയാണ്, അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരാണ് തങ്ങൾ. അപ്പോൾ ഈ പറയുന്ന ആളുകൾ നിരീശ്വരവാദികളും ഭൗതികവാദികളും ഫിസിക്കലിസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് ഇത് പറയുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പൈതൃകമാണ് അവർ പിന്തുടരുന്നു എന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിപ്പിക്കാം. ന്യൂട്ടൻ ഒരു ബൈബിൾ വ്യാഖ്യാതാവും സഭാ മൂപ്പനും കൂടിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഡാനിയൽ 12:4 പ്രസിദ്ധമായ വാക്യം വായിച്ചു. ഡാനിയൽ 12:4 എസ്കറ്റോളജിയിലെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, അറിയാം. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിൽ മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് നമുക്ക് കാണാം. ബട്ട് ദെൻ, ഓ ഡാനിയേൽ, ഷട്ട് അപ്പ് ദ വേർഡ്സ് ആൻഡ് സീൽ ദ ബുക്ക് ഈവൻ ടു ദ ടൈം ഓഫ് ദി എൻഡ്. മെനി ഷാൽ റൺ ടു ആൻഡ് ഫ്രോ, മെനി ഷാൽ റൺ ടു ആൻഡ് ഫ്രോ ആൻഡ് നോളജ് ഷാൽ ബി ഇൻക്രീസ്ഡ്. ഈ വേദഭാഗങ്ങൾ വായിച്ച അനന്തരം അദ്ദേഹം ഇങ്ങനെ പ്രതിവചിച്ചത്രേ: വ്യക്തിപരമായി ഇതെനിക്ക് വിശ്വസിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഈ വചനം അന്ത്യകാലത്തെ കുറിക്കുന്നതാണ്. അഭൂതപൂർവമായ നിലയിൽ മനുഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കും. ഇപ്പോൾ മനുഷ്യൻ യാത്ര ചെയ്യുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ യാത്ര ചെയ്യാൻ ഉതകുന്ന കണ്ടുപിടുത്തങ്ങളുണ്ടാകും. 1680-ലാണ് 1680-ലാണ് ഇത് രേഖപ്പെടുത്തിയത്. മണിക്കൂറിൽ 50 മൈൽ വേഗതയിൽ സഞ്ചരിക്കാനാവൂ എന്ന് അദ്ദേഹം കണക്കൂട്ടി. 1680-ലെ കാര്യം ഞാനീ പറയുന്നത്. 80 വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ 80 years, പ്രസിദ്ധ ഫ്രഞ്ച് നിരീശ്വരവാദിയായ വോൾട്ടയർ ഇത് വായിച്ചിട്ട് ഇങ്ങനെ പ്രതികരിച്ചു. വോൾട്ടയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ 100 വർഷത്തിനകം ബൈബിള് ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടും എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ന്യൂട്ടൻ്റെ ഇത് വായിച്ചിട്ട് 80 yearsന് ശേഷം അദ്ദേഹം ഇത് വായിച്ചിട്ട് ഇങ്ങനെ പ്രതികരിച്ചു. നോക്കൂ എങ്ങനെയാണ് ഒരു അതിബുദ്ധിമാനായ മനുഷ്യനെ ക്രിസ്ത്യാനിത്വം വിഡ്ഢിയാക്കുന്നതെന്ന്. ന്യൂട്ടനെ പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഒരു മനുഷ്യന് 30-40 മൈൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് യഥാർത്ഥമായി എഴുതുകയാണ്. ഇത്രയും വേഗതയിൽ ഒരു മനുഷ്യൻ സഞ്ചരിച്ചാൽ ശ്വാസം മുട്ടിപ്പോകുക എന്ന കാര്യം അദ്ദേഹം മറന്നുപോയോ? അവൻ്റെ ഹൃദയം സ്തംഭിച്ചു പോകും. ഇതാരാ പറയുന്നത്? വോൾട്ടയർ. അപ്പോൾ അന്നത്തെ കാലത്ത് കാളവണ്ടിയിൽ ആ യുഗത്തിൽ അത്ര ഫാസ്റ്റായിട്ട് സഞ്ചരിക്കുന്നവർ 40-50 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ബൈബിളിലെ ഒരു വാക്യത്തെ മുൻകണ്ടുകൊണ്ട് ഇദ്ദേഹം പറയാണ്, ന്യൂട്ടൻ പറയാണ്,
ഒരു 50 മൈൽ വേഗതയിൽ, മണിക്കൂറിൽ 50 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്. പക്ഷേ നിരീശ്വരവാദിയായ വോൾട്ടയർ വേണം ഇദ്ദേഹത്തിന് വെറും വിഡ്ഢിയാണ് അദ്ദേഹം. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ ക്രിസ്ത്യാനിത്വമാണ് അദ്ദേഹത്തെ അത് പറയാനായിട്ട് പ്രേരിപ്പിച്ചത്, വിഡ്ഢിയാക്കിയത് അല്ലേ. പക്ഷേ 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ 200 years എന്ത് സംഭവിച്ചു? വോൾട്ടയർ ഇത് രേഖപ്പെടുത്തി 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം അമേരിക്കൻ ഗഗനസഞ്ചാരിയായ എഡ്മണ്ട് എച്ച് വൈറ്റ് ജൂൺ 3 1965 മണിക്കൂറിൽ 17,500 മൈൽ വേഗതയിൽ സഞ്ചരിച്ചു. അതായത് 15 മിനിറ്റിൽ താഴെ സമയത്തിൽ അദ്ദേഹത്തിന് അമേരിക്കയ്ക്ക് കുറുകെ വെറും അണ്ടർ 15 മിനിറ്റ്സിൽ അദ്ദേഹത്തിന് അമേരിക്ക കുറുകെ സഞ്ചരിക്കാൻ കഴിയുന്ന വേഗതയിൽ അദ്ദേഹം സഞ്ചരിച്ചു എന്ന് ചുരുക്കം. ഇത് വോൾട്ടയർ അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താകുമായിരുന്നു എന്ന് നമുക്ക് ആശ്ചര്യപ്പെടാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേൾഡ് വ്യൂ അല്ലേ, ഒരാളുടെ വ്യൂ. അപ്പം അദ്ദേഹത്തിൻ്റെ ബൈബിൾ വീക്ഷണമാണ് ന്യൂട്ടനെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ബുക്ക് ഓഫ് സ്ക്രിപ്ചർ ആൻഡ് ബുക്ക് ഓഫ് നേച്ചർ. ശാസ്ത്രവും ബൈബിളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കാനുള്ള ഒരു ഉപാധിയാണ് ഈ 2 പുസ്തകങ്ങൾ. നമുക്കറിയാം സെൻറ്റ് അഗസ്റ്റിനാണ് ഇത് മുന്നോട്ട് വെച്ചത്. ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് 2 മാർഗങ്ങളിലൂടെയാണ്. ഇത് പ്രകാരം ദൈവം തൻ്റെ സ്വയത്തെ പ്രകൃതി പുസ്തകത്തിലൂടെയും ദ ബുക്ക് ഓഫ് നേച്ചർ അതിൻ്റെ ക്രമബദ്ധമായ നിയമങ്ങളും വെളിപ്പെടുത്തുന്നു. ബുക്ക് ഓഫ് നേച്ചറിലൂടെ ദൈവത്തിൻ്റെ ഓർഡർ അതുപോലെ ലോസ് ആ ബുക്ക് ഓഫ് നേച്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ബുക്ക് ഓഫ് നേച്ചർ. തിരുവെഴുത്താവുന്ന പുസ്തകത്തിലൂടെ ദ ബുക്ക് ഓഫ് സ്ക്രിപ്ചർ ചരിത്രപരമായ വിവരങ്ങളും അത്ഭുതങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സെൻറ്റ് അഗസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ പ്രകൃതിയുടെ പുസ്തകമാണ് കൂടുതൽ അഭിഗമ്യം. എന്താ കാരണം എന്ന് പറയുന്നത്? അദ്ദേഹം പറയുന്നത് ഈ ബുക്ക് ഓഫ് നേച്ചറാണ് കൂടുതൽ ആളുകൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. എന്താ കാരണം? തിരുവെഴുത്ത് വായിക്കണമെങ്കിൽ സാക്ഷരനായിരിക്കണം അല്ലേ? ബൈബിൾ വായിക്കണമെങ്കിൽ എല്ലാവർക്കും ലിറ്ററസി വേണം. അന്നത്തെ കാലത്ത് ഈ 400 കാലഘട്ടത്തിൽ ബൈബിൾ എല്ലായിടത്തും എത്തിച്ചേർന്നിട്ടില്ല, ഇത്രയും ഭാഷയില്ലെന്ന്. പക്ഷേ ഈവൻ ദെൻ നമ്മൾ നോക്കണം ഇതിൻ്റെ റീച്ചബിലിറ്റി, ആക്സസിബിലിറ്റി, അവൈലബിലിറ്റി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദൈവത്തെ വായിച്ചെടുക്കാനായിട്ട് ദൈവം നൽകിയതാണ് പ്രകൃതി. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടല്ലോ? ബുക്ക് ഓഫ് നേച്ചർ, അതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പം നിരക്ഷരായിട്ടുള്ള ആളുകൾക്ക്, ഇല്ലിറ്ററേറ്റുള്ള ആളുകൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ്, സമ്മാനമാണ്. പ്രകൃതി ഒരു വരമാണ്, ദാനമാണെന്ന് പറയുന്നതിൻ്റെ ബേസിസ്, ഫിലോസഫിക്കൽ ബേസിസ് അതാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യമുണ്ട്. 11-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും നമുക്ക് ഈ ഡിപ്രൈവിറ്റിയുടെ പ്രശ്നമൊക്കെ, കാൽവിനൊക്കെ പറയുന്ന ഡിപ്രൈവിറ്റി വന്നപ്പോൾ അല്ലെങ്കിൽ ഫാളിൽ സംഭവിച്ചത് കൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളൊരു തോട്ടൊക്കെ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ചിന്താഗതികളുണ്ട്. പക്ഷേ അഗസ്റ്റിൻ്റെ ചിന്താഗതിയിൽ ഒള്ളി മാർഡ് എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ശരിയായ പ്രകൃതിക്ക് ടോട്ടലി ഡിപ്രൈവ്ഡ് അല്ല, മറിച്ച് അതിനൊരു മാർഡ്, എന്നെന്താ മലയാള വാക്ക് പറയാം, ചെറിയ ഭ്രംശം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ടോട്ടലി ഡിപ്രൈവ്ഡ് അല്ല, മനസ്സിലാക്കാനായിട്ട് കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ചിന്താഗതി. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട്. ഞാൻ സാന്ദർഭികമായിട്ട് അത് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ജെനസിസ് 1:26-27 നമുക്കറിയാം, ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ദൈവം തൻ്റെ സാദൃശ്യം, സ്വരൂപം, 2 ഐഡൻറ്റിറ്റിയാണ് അവിടെ നമുക്ക് നൽകുന്നത്. ഒന്ന് ലൈക്നെസ് ആണ്, ഒന്ന് ഇമേജ് ആണ്. അപ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ സാദൃശ്യം സ്വരൂപം ഉള്ളവരാണ് മനുഷ്യരെന്ന് പറയുമ്പോൾ, മറ്റേത് നോക്കുക, പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു അനിമലായിട്ടുള്ള മനുഷ്യൻ വരുമ്പോഴത്തേക്കും അവൻ്റെ ബ്രെയിൻ കപ്പാസിറ്റി എത്രയുണ്ട്, അങ്ങനത്തെ ഒരു ഫിലോസഫിയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത് അല്ലേ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റും പ്രകൃതി നിർദ്ദേശത്തിലൂടെ അവന് അഡ്വാൻസായി ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവന് പലപ്പോഴും ചിന്തിക്കാൻ പോലും സാധിക്കത്തുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കപ്പാസിറ്റി, ക്രിയേറ്റീവ് കപ്പാസിറ്റി ദൈവത്തിന് എന്താ, ദൈവമാണ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ ആ ക്രിയേറ്റീവ് കപ്പാസിറ്റി മനുഷ്യനുണ്ട്, ദൈവത്തിൻ്റെ സാദൃശ്യവും ഇമേജും. അതിൽ സ്വരൂപം എന്ന് പറയുന്നത് ഇത് ബൈബിൾ അടിസ്ഥാനത്തിൽ തന്നെ അതിന് വാക്യങ്ങളൊക്കെ വെച്ചിട്ട് പറയാനായിട്ട് സാധിക്കും. നമുക്കറിയാം സ്വരൂപം എന്ന് പറയുന്നത് പുതിയ നിയമത്തിൽ തന്നിട്ടുണ്ട്. കൊലോസ്യർ 3:10 എഫേസ്യർ 4:23 വായിച്ചു നോക്കുക. അവിടെ സത്യത്തിൻ്റെ ഫലമായ നീതി, വിശുദ്ധി, അതുപോലെ കൊലോസ്യർ 3:10 പറഞ്ഞിരിക്കുന്നത് ജ്ഞാനമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഒരു സ്ഥലത്ത് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നൽകുന്നത്. ആ ആട്രിബ്യൂട്ട്സ് തന്നെ 2ആയിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. അപ്പോൾ മോറൽ വാല്യൂസ്, അതുപോലെ എന്താണ് പറയുക, കോൺഷ്യസ്നെസ്, അതുപോലെ തന്നെ ആശയങ്ങൾ. അപ്പോൾ സയൻസിലെ ഒരു പ്രതിസന്ധിയാണ് മെറ്റീരിയലിസ്റ്റിക് ഇതിൽ എങ്ങനെയാണ് ആശയങ്ങൾ ഉടലെടുക്കുക. ഞാൻ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ടോ? പ്യോർലി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധനത്തിന് ഭൗതിക പദാർത്ഥത്തിൽ നിന്ന് എങ്ങനെയാണ് മെൻ്റൽ ആസ്പെക്റ്റ് വരിക,
ചിന്തകൾ വരിക. ഒരു പ്യുവർ ഒരു കല്ലിന് ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ ഒരു മെൻ്റൽ ആസ്പെക്റ്റ് വരണമെങ്കിൽ അതിൻ്റെ പദാർത്ഥം എന്താണ്, അങ്ങനെ ഐഡിയയുമായിട്ട് ബന്ധപ്പെട്ട ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ വരണമെങ്കിൽ അതിന് നിദാനമായിട്ടുള്ള ഒരു സോഴ്സ് വേണം. ആ സോഴ്സിനെ എങ്ങനെയാണ് നമുക്കത് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പോൾ അതിന് ഫിലോസഫിക്കലായിട്ടുള്ള ഉത്തരം നൽകാനായിട്ട് കഴിയുന്നത് നമുക്കാണ്. കാരണം ഒരു ക്രിയേറ്റർ പേഴ്സണൽ ഗോഡ് ഉണ്ട്. ആ ക്രിയേറ്റർ പേഴ്സണൽ ഗോഡ് ആയതുകൊണ്ട് ആ ദൈവത്തിന് അത് പ്രദാനം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റവർക്കത് പറയാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അതാണ് അതിൻ്റെ ആശയം. ഓക്കെ, അപ്പോൾ ക്രിയേറ്റീവ് പവേഴ്സും ലോജിക്കൽ പവേഴ്സും ഇൻഹറൻ്റ് ആയിട്ടുള്ള നോളജ് ദൈവം സൃഷ്ടിച്ചത് നല്ലതെന്ന് കണ്ടു, പെർഫെക്ഷനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ആദമാണ് ആദ്യം എന്ത് ചെയ്തത്? ആദം ചെയ്ത ഒരു കാര്യം, ദൈവം ഏൽപ്പിച്ച ഒരു കാര്യമുണ്ട്. വീഴ്ചയ്ക്ക് മുമ്പ് എല്ലാത്തിനും പേരിടാൻ പറഞ്ഞു. എന്താണ് ഈ പേരിടൽ കർമ്മം? നോമൻ ക്ലേച്ചർ അല്ലേ? കാലിനേഴ്സ് 1700-കളിൽ കൊണ്ടുവന്ന ഒരു സാധനമാണ്. എല്ലാത്തിനും സയൻറ്റിഫിക് ആയിട്ട് പേരിടുക അല്ലേ? അതിൻ്റെ 1-2 ഘടകം വെച്ചിട്ടാണ് പേരിടുന്നത്. അപ്പോൾ ആ നോമൻ ക്ലേച്ചർ എല്ലാം ആദ്യം ചെയ്ത ആരാണ്? ആദമാണ് ആരംഭിച്ചത്. അപ്പോൾ ആദമിന് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടായിരുന്നു വീഴ്ചയ്ക്ക് മുമ്പ്, ബിഫോർ ഫാൾ? ആദമിൻ്റെ കപ്പാസിറ്റി എന്തായിരുന്നു? നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതിൽ അപ്പുറത്താണ്. നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റിയുടെ എത്രമാത്രമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്? അതിൻ്റെ കോഷ്യൻ്റെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ആളുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. 10% താഴെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ ശാസ്ത്രജ്ഞർ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഫാളിന് മുമ്പ് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചിന്തിക്കാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആ ആദമാണ് എന്ത് ചെയ്യുന്നത്? നോമൻ ക്ലേച്ചർ ആരംഭിക്കുന്നത്. സയൻസിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യം പേരിടലിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവബോധത്തിൽ നിന്ന്, ഈ ഒരു സ്ക്രിപ്ചറലായിട്ടുള്ള ഒരു ബേസിസ് അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? കുറേ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് പറയാനുണ്ടെങ്കിൽ സമയം ചുരുക്കൊണ്ട് ഞാനവിടെ അവസാനിക്കട്ടെ. ബിഗ് ബാങ് ടു ബിഗ് ക്രഞ്ച് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സാധനം ഇതിന് ശേഷം ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു പ്രസിപ്പിച്വസ് ആയിട്ടാണ് ഇതെന്താണ്? ഒരു കയറാൻ പ്രയാസമുള്ള ഒരു മലയാണ്. അപ്പോൾ അക്കാഡമിഷ്യൻസിൻ്റെ ഇടയിൽ ഒരു തമാശയുണ്ട്, ഒരു ജോക്കുണ്ട് ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ. കുറേ പേര് കഷ്ടപ്പെട്ട് ഈ ഒരു വശത്തു കൂടി, ഇതുള്ളത് ഒരു പ്രസിപ്പിച്വസ് ആയിട്ടാണ് അല്ലേ, ആ ഭാഗത്തുകൂടി കയറാൻ വളരെ വിഷമമാണ്. കഷ്ടപ്പെട്ട് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി വരികയാണ്. പക്ഷേ ഇവർ മുകളിൽ വന്നപ്പോൾ എന്ത് കണ്ടു? അവിടെ ഓൾറെഡി തിയോളജിയന്മാർ കുറച്ച് പേര് അവിടെ ഇരിപ്പട്ടായിരുന്നു. അല്ലെങ്കിൽ ദൈവവിശ്വാസികളായിട്ടുള്ള കുറേ ആളുകൾ ഓൾറെഡി അതിൻ്റെ മുകളിൽ നേരത്തെ തന്നെ വന്നിരിപ്പുണ്ട്. അതിന് സഹായിച്ചത് എന്താണ്? their biblical view. മീൻസ് ഞാനീ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, ദൈവാവബോധം നമുക്ക് നൽകിയിരിക്കുന്നത് വാസ്തവത്തിൽ ഇതൊരു ആരാധനയായിട്ട് സ്വീകരിച്ച് നമ്മളെ ഏറ്റെടുക്കാനായിട്ടാണ്. നമ്മുടെ കർമ്മം, നമ്മുടെ ധർമ്മം ചുമ്മാ കളയാനായിട്ടുള്ളതല്ല. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ കർമ്മം ഏറ്റെടുത്ത് നമ്മുടെ രംഗത്ത് എല്ലാ നിലയിലും സമൂഹത്തിൽ ശരിയായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ദൈവം ഏൽപ്പിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്ന് നമ്മൾ ഒരു സുഖമായിട്ടുള്ള ലോകത്തേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി എന്നുള്ളതാണ് ദുഃഖസത്യം. പക്ഷേ ഈ പുതിയ തലമുറ എന്തുകൊണ്ട് അകന്നു പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന, നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാല്യൂസ്, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സന്ദേശം, മെസ്സേജ് റോങ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കുട്ടികൾ നഷ്ടപ്പെടുന്ന, അടിയിൽ നിന്ന് മണ്ണ് വിട്ടുപോകുന്നത്. അതുകൊണ്ട് ശാസ്ത്രമൊക്കെ നമ്മുടേതാണ്, നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ചതാണ്, ഇവരെ നമ്മൾ കണ്ടു, അവരെല്ലാവരുമാണ്. അത് ഏറ്റെടുത്ത് ഇന്നത്തെ തലമുറ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി.